യെസ്, PDF കാണുന്നുണ്ടല്ലോ അല്ലേ? So I think PDF is visible, right? Zoom ചെയ്യാം. PDF കാണുന്നുണ്ടല്ലോ? യെസ്, കാണുന്നുണ്ട്. ഓക്കെ. സോ ഓൾറെഡി ഞാൻ ട്രൈബൽ റിവോൾട്ടും പെസന്റ് റിവോൾട്ടും ഗ്രൂപ്പിൽ PDF ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ. ഇമ്പോർട്ടന്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇമ്പോർട്ടന്റ് അല്ല. ഓക്കെ, പഠിക്കണം അറ്റ്ലീസ്റ്റ്. അല്ല, ഞാൻ പറഞ്ഞു ഓൾറെഡി ട്രൈബൽ റിവോൾട്ടുകളൊക്കെ 300+ ട്രൈബൽ റിവോൾട്ടുകൾ ഉണ്ട്. അപ്പൊ അതെല്ലാം പഠിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. സോ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ട്രൈബൽ റിവോൾട്ടുകളുടെ PDF ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. സോ അറ്റ്ലീസ്റ്റ് അതെങ്കിലും പഠിക്കുക. റൈറ്റ്. ശ്രീലക്ഷ്മി എന്താ പറഞ്ഞത് മനസ്സിലായില്ല. ഏത് ക്വസ്റ്റൻ ആണ് ഇപ്പൊ ഇട്ടത്? സോ നമ്മുടെ ലെക്ചർ 7 സോഷ്യോ റിലീജിയസ് റിഫോം മൂവ്മെന്റ്സ് അല്ലെ? ഇതും നമുക്ക് പഠിക്കാനുണ്ട്. സോഷ്യോ റിലീജിയസ് റിഫോം മൂവ്മെന്റ്. ഓക്കെ, നമ്മൾ സീക്വൻസ് അനുസരിച്ചിട്ടാണ് പഠിച്ചു പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് സംശയം ഉണ്ടാവാൻ പാടില്ല അല്ലെ? പെസന്റ് റിവോൾട്ട് ഉണ്ടായി അല്ലെ? അതേപോലെ തന്നെ ട്രൈബൽ റിവോൾട്ടുകൾ ഉണ്ടായി അല്ലെ? ബ്രിട്ടീഷിന്റെ തെറ്റായ നയങ്ങൾ കൊണ്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു അല്ലെ? അതേപോലെ തന്നെ സോഷ്യോ റിലീജിയസ് റിഫോം മൂവ്മെന്റും ഇന്ത്യയിൽ ഉണ്ടാവുന്നു. ഓക്കെ, അതും നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കണം. ഓക്കെ, ഇതിന്റെ ഇതിന്റെ മൂവ്മെന്റിന്റെ PDF ഞാൻ ഗ്രൂപ്പിൽ ഇട്ടേക്കാം. എന്നാലും ഇതിന്റെ കുറച്ച് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള കാര്യം നമ്മൾ കുറച്ച് നോക്കണം. മെയിൻസിന്റെ പെർസ്പെക്ടീവിൽ അല്ല, ചിലപ്പം ചോദിക്കാം വാട്ട് ആർ ദ ഫാക്ടേഴ്സ് വിച്ച് ലെഡ് ടു ദി ഫോർമേഷൻ ഓഫ് സോഷ്യോ റിലീജിയസ് റിഫോം മൂവ്മെന്റ്സ് ഇൻ ഇന്ത്യ അല്ലെ ചോദിക്കാം. അപ്പൊ അതിന്റെ ഉത്തരം നമ്മൾ എഴുതണം അല്ലെ? സോഷ്യോ റിലീജിയസ് മൂവ്മെന്റ് എന്ന് പറയുമ്പോൾ, റിഫോം മൂവ്മെന്റ് എന്ന് പറയുമ്പോൾ ബ്രഹ്മസമാജ്, ഓക്കെ, നിങ്ങൾക്ക് അറിയാലോ ബ്രഹ്മസമാജ്, അതിനുശേഷം വന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അതിന്റെ PDF ഞാൻ ഇട്ടുതരാം. എന്നിരുന്നാലും വാട്ട് വാസ് ദി എയിം അല്ലെ? എയിം എന്താണ് നമുക്കറിയാം. ടു ട്രാൻസ്ഫോം ദ സൊസൈറ്റി ആൻഡ് റിലീജിയൻ ഫോർ ദി ബെറ്റർ ബൈ അഡ്രസ്സിംഗ് സോഷ്യൽ ആൻഡ് ഇവിൽ പ്രൊമോട്ടിംഗ് എൻലൈറ്റ്മെന്റ് അല്ലെ? ആ പേരിൽ തന്നെ ഉണ്ട് എന്താണ് ഈ മൂവ്മെന്റിന്റെ ഉദ്ദേശം എന്നുള്ളത് അല്ലെ? സോഷ്യോ റിലീജിയസ് റിഫോം മൂവ്മെന്റ് അല്ലെ? ടു ട്രാൻസ്ഫോം ദ സൊസൈറ്റി ആൻഡ് റിലീജിയൻ ഫോർ ബെറ്റർ അഡ്രസ്സിംഗ് സോഷ്യൽ ഇവിൽ ആൻഡ് പ്രൊമോട്ടിംഗ് എൻലൈറ്റ്മെന്റ്. സിമ്പിൾ ആണ് അല്ലെ? സോ എന്തൊക്കെയാണ് ഇഷ്യൂസ് അഡ്രസ് ചെയ്തിട്ടുള്ളത് അല്ലെ? വുമൻസ് ഇമാൻസിപ്പേഷൻ അല്ലെ? അബോളിഷൻ ഓഫ് പ്രാക്ടീസസ് ലൈക്ക് സതി അല്ലെ? ഇതൊക്കെ ഈ റിഫോം മൂവ്മെന്റിന്റെ അല്ലെ ഒരു പോസിറ്റീവ് ഔട്ട്കം ആയിട്ട് നമുക്ക് പറയാലോ അല്ലെ? ഇൻഫാന്റിസൈഡ് ഇല്ലാതെയാക്കി അല്ലെ? ഇതൊക്കെയാണ് ഇവർ അഡ്രസ് ചെയ്തിട്ടുള്ളത് അല്ലെ? ചൈൽഡ് മാരേജസ്, വിഡോ റീമാരേജസ് അല്ലെ? അതേപോലെ തന്നെ കാസ്റ്റ് റിഫോം, ഇറാഡിക്കേഷൻ ഓഫ് ദി കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ആൻഡ് അൺടച്ചബിലിറ്റി, പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ അല്ലെ? ദിസ് റിഫോം മൂവ്മെന്റ് പ്രൊമോട്ടഡ് ദി എഡ്യൂക്കേഷൻ അല്ലെ? ഫോസ്റ്ററിംഗ് ദ സോഷ്യൽ എൻലൈറ്റ്മെന്റ്, റിലീജിയസ് റിഫോം, കമ്പാക്ടിംഗ് ഐഡിയോലട്രി ആൻഡ് പോളിറ്റിസിസം ആൻഡ് കൗണ്ടറിംഗ് ദ പ്രീസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. ഇതൊക്കെ നിങ്ങൾ എവിടെയെങ്കിലും ഒക്കെ പഠിച്ചിട്ടുണ്ടാവും, എനിക്കറിയാം അല്ലെ? സോ സോഷ്യോ റിലീജിയസ് റിഫോം മൂവ്മെന്റ്സിന്റെ ഉദ്ദേശം എന്തായിരുന്നു അല്ലെ? എന്തിരുന്നാണ് അല്ലെ? ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്, ഇവരുടെ എയിം എന്താണ്, ഇവർ അഡ്രസ് ചെയ്തിട്ടുള്ള പ്രശ്നങ്ങൾ എന്താണ്, കിട്ടിയല്ലോ അല്ലെ? മെയിൻസിന്റെ പെർസ്പെക്ടീവില് നിങ്ങൾക്ക് ഉത്തരം എഴുതാനുള്ള ഉത്തരം കിട്ടി അല്ലെ? ഇനി വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ലീഡിങ് അല്ലെ? വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ലീഡിങ് അല്ലെ? ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് ഈ പറഞ്ഞ പോലെ ഇതിന് ലീഡ് ചെയ്തത് അല്ലെ? കോണ്ടാക്ട് വിത്ത് ദി മോഡേൺ വെസ്റ്റ്, മോഡേൺ ഐഡിയാസ് ഓഫ് ലിബർട്ടി, ഈക്വാലിറ്റി അല്ലെ? ഇതൊക്കെ എന്താണ് ഈ പറഞ്ഞ പോലെ സോഷ്യോ റിലീജിയസ് മൂവ്മെന്റിന് കുറച്ചുകൂടിയും ഒരു ഉന്മേഷം നൽകി എന്ന് പറയാം അല്ലെ? കോണ്ടാക്ട് വിത്ത് ദി വെസ്റ്റേൺ മോഡേൺ ഐഡിയാസ് ഓഫ് ലിബർട്ടി, ഈക്വാലിറ്റി. ഡെമോക്രസി ഇൻഫ്ലുവൻസ്ഡ് ദ ഇന്ത്യാസ് മിഡിൽ ക്ലാസ്. അതേപോലെ തന്നെ ക്രിസ്ത്യൻ മിഷണറീസിന്റെ എഫർട്ട് അല്ലെ? ചാർട്ടേഴ്സ് ആക്ട് 1813 പ്രകാരം ക്രിസ്ത്യൻ മിഷണറീസ് വന്നിട്ടുണ്ടായിരുന്നു. സോ ക്രിസ്ത്യൻ മിഷണറീസ് വന്നുകൊണ്ട് തന്നെ ദേ ക്രിട്ടിസൈസ്ഡ് ദി റിലീജിയസ് പ്രാക്ടീസസ് അല്ലെ? നിലവിലുള്ള അല്ലെ ഇന്ത്യയിലുള്ള ഹിന്ദു അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരുപാട് സതിയും കാര്യങ്ങളും അതൊക്കെ ക്രിട്ടിസൈസ് ചെയ്തു അല്ലെ? സോ ക്രിസ്ത്യൻ മിഷണറീസിന്റെ വരവ്. അതേപോലെ തന്നെ എഡ്യൂക്കേഷൻ റിഫോംസ് like Indian and European scholars fostered the pride in Indians' heritage, empowering the movement അല്ലെ? So these are the factors leading to the socio-religious movement അല്ലെ? നമ്മൾ ലോകത്തിലെ പല കാര്യങ്ങളും പഠിക്കുന്ന സമയത്തല്ല നമുക്ക് കൂടുതൽ അറിവുകൾ കിട്ടും.
അപ്പൊ ഇതൊക്കെയല്ല ലോകത്തിൽ ഇങ്ങനെയാണ് നടക്കുന്നത്. സോ ഡെഫിനറ്റ്ലി ഇതിനെക്കുറിച്ച് അറിയുന്ന ആ സമയത്ത് അറിവുള്ളവർ എന്ത് ചെയ്യും, ഡെഫിനറ്റ്ലി ആ രീതിയിൽ റിഫോം ക്രിയേറ്റ് ചെയ്യും. അല്ലെ? സിമ്പിൾ ആണ്. റൈറ്റ്. ഇത് ഞാൻ പറഞ്ഞു, ഓൾറെഡി ഞാൻ പറയാണ്, വീണ്ടും ഞാൻ പറയാണ്, ഇത് മെയിൻസിന്റെ പെർസ്പെക്റ്റീവിൽ ഉള്ളൊരു ടോപ്പിക് ആണ്. ഓക്കെ, ചോദിക്കാം വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ലീഡിങ് അല്ലെ ടു ദി ഫോർമേഷൻ, അല്ലെങ്കിൽ ഈ പറഞ്ഞല്ലോ സോഷ്യോ റിലീജിയസ് റിഫോം മൂവ്മെന്റ്. സോ 3 മാർക്കിനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കണ്ടന്റ് ഇവിടെയുണ്ട്. ടൈപ്പ് ഓഫ് റിഫോമേഴ്സ് അല്ലെ, 2 രീതിയിൽ റിഫോമേഴ്സ് ഉണ്ടായിട്ടുണ്ട്. ഒന്ന് റിവാലിസ്റ്റ് അല്ലെ, റീസ്റ്റോർഡ് റിലീജിയൻസ് ടു ഇറ്റ്സ് ഒറിജിനൽ ഗ്രേറ്റ്നസ്, എക്സാമ്പിൾ വഹാബി, ദിയോബന്ദ് മൂവ്മെന്റ് ഒക്കെ, ഇതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അതേപോലെ തന്നെ റിഫോമിസ്റ്റുകൾ. ഓക്കെ, റീഷേപ്ഡ് ദി സൊസൈറ്റി വിത്ത് ദി മോഡേൺ ഐഡിയാസ്. അപ്പൊ 2 രീതിയിൽ റിഫോമേഴ്സ് ഉണ്ടായിരുന്നു. ഓക്കെ, യാ, ഓൾസോ ഇമ്പോർട്ടന്റ് ഫോർ UPSC പ്രിലിംസ്. പിന്നീട് ഉള്ളത് നമുക്ക് സോഷ്യോ റിലീജിയസ് മൂവ്മെന്റ് ആണ്. ഇതെന്ത് ചെയ്യും, ഈ പറഞ്ഞ പോലെ ഞാൻ നിങ്ങൾക്ക് PDF ആയി തരും. ഓക്കെ, പെസന്റിന്റെയും ട്രൈബൽ മൂവ്മെന്റിന്റെയും PDF തന്നല്ലോ, ഇതേ രീതിയിൽ ഞാൻ നിങ്ങൾക്ക് സോഷ്യോ റിലീജിയസ് മൂവ്മെന്റിന്റെ PDF തരും. ഓക്കെ, ഗ്രൂപ്പിൽ ഞാൻ ഇട്ട് തരാം. സോഷ്യോ റിലീജിയസ് മൂവ്മെന്റ് ഇൻ ഈസ്റ്റേൺ ഇന്ത്യ അല്ലെ, ബ്രഹ്മ സമാജ്, രാജാറാം മോഹൻ റോയുടെ ബ്രഹ്മ സമാജ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. സാധാരണ ബ്രഹ്മ സമാജ്, അതിനുശേഷം ആദി ബ്രഹ്മ സമാജ്, എക്സാമ്പിൾ എക്സെട്ര. ഓക്കെ, അത് ഞാൻ PDF ഇട്ട് തരാം. പിന്നീട് സോഷ്യോ റിലീജിയസ് മൂവ്മെന്റ് ഇൻ വെസ്റ്റേൺ ഇന്ത്യ അല്ലെ, സോഷ്യോ റിലീജിയസ് മൂവ്മെന്റ് ഇൻ കാസ്റ്റ് അല്ലെ, സോഷ്യോ റിലീജിയസ് മൂവ്മെന്റ് ഇൻ റിലീജിയൻ അല്ലെ. അപ്പൊ ഇതിന്റെ ഒരു PDF ഞാൻ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ഇട്ട് തരാം. അത് നിങ്ങൾ പഠിക്കുക. ഓക്കെ, ജസ്റ്റ് ഈ പറഞ്ഞ പോലെ റിഫോം മൂവ്മെന്റിന്റെ പേര് പഠിക്കുക, അത് ഫൗണ്ട് ചെയ്തിട്ടുള്ള ഫാദേഴ്സും പഠിക്കുക അല്ലെ, ഫൗണ്ടേഴ്സിന്റെ പേര് പഠിക്കുക, എന്താണ് അതിന്റെ ഉദ്ദേശം എന്നും പഠിക്കുക. അത് നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന രീതിയിലുള്ള PDF ആയിട്ട് ഞാൻ ഇട്ടുതരാം. ഓക്കെ, ദാറ്റ്സ് യുവർ ഡ്യൂട്ടി ടു സ്റ്റഡി. സോ ആ ഒരു ജസ്റ്റ് ഒരു നമ്മുടെ ഇന്നത്തെ മെയിൻ ടോപ്പിക്കിലേക്ക് കിടക്കുന്നതിന് മുമ്പുള്ള ചെറിയൊരു കാര്യമാണ് ഞാനിപ്പോ പറഞ്ഞത്. ക്ലിയർ അല്ലേ? എന്തെങ്കിലും സംശയം ഉണ്ടോ? അല്ലെ, ദിസ് ഈസ് 8th and 9th NCERT. ഓക്കെ, സോഷ്യോ റിലീജിയസ് മൂവ്മെന്റ്. ഓക്കെ, സോഷ്യോ റിലീജിയസ് മൂവ്മെന്റിനെ കുറിച്ച് മെയിൻസിന്റെ പെർസ്പെക്റ്റീവിൽ എന്ത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾ എഴുതി വെക്കുക. ഓക്കെ, ദിസ് ഈസ് ഇന്നഫ്. എനി ഡൗട്ട്? ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ ഇപ്പം പറഞ്ഞ ഈ ടോപ്പിക്കില്? എനി ഡൗട്ട്? ഇല്ല. ഓക്കെ, ഞാൻ PDF തരാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. റൈറ്റ്. സോ എന്റെ അടുത്ത് ഇന്നലെ ഒരു കുട്ടി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പെസന്റ് റിവോൾട്ടും അല്ലെങ്കിൽ പെസന്റ് അല്ലെങ്കിൽ ട്രൈബൽ റിവോൾട്ട്, സോഷ്യോ റിലീജിയസ് റിഫോം മൂവ്മെന്റ്. ഓക്കെ, ഇത് വലിയൊരു ടോപ്പിക്കാണ്. ഓക്കെ, ഈ സോഷ്യോ റിലീജിയസ് റിഫോം മൂവ്മെന്റിൽ തന്നെ നമുക്ക് വെസ്റ്റേൺ ഇന്ത്യയിൽ തുടങ്ങിയിട്ടുള്ളത്, ഈസ്റ്റേൺ ഇന്ത്യയിൽ തുടങ്ങിയിട്ടുള്ളത്, പാൻ ഇന്ത്യൻ ലെവലിൽ തുടങ്ങിയിട്ടുള്ളത്, പിന്നെ കാസ്റ്റ് ബേസ് ആയിട്ടുള്ള റിലീജിയസ് റിഫോംസ് അല്ലെ, പിന്നീട് റിലീജിയൻ പരമായിട്ടുള്ള റിലീജിയസ് റിഫോം, ഇങ്ങനെയുള്ള ഒരു വലിയൊരു ടോപ്പിക്കാണിത്. ഓക്കെ, ഇതില് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് സോഷ്യോ റിലീജിയസ് റിഫോം മൂവ്മെന്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഓക്കെ, ബിക്കോസ് PSC ഡിഗ്രി ലെവൽ എക്സാംസിന് ഇത് ചോദിച്ചു കാണാറുണ്ട്. ട്രൈബൽ റിവോൾട്ടുകളൊക്കെ വളരെ ചുരുക്കം മാത്രമേ PSC ചോദിക്കാറുള്ളൂ. അതേപോലെ തന്നെ പെസന്റും. അപ്പൊ ഈ 3ലും നിങ്ങൾ ആദ്യം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് സോഷ്യോ റിലീജിയസ് റിഫോം മൂവ്മെന്റിനാണ് ഫസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അതിനുശേഷം പെസന്റ് റിവോൾട്ടുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇൻഡിഗോ റിവോൾട്ട് ഒക്കെ ഉണ്ടല്ലോ, അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതിനുശേഷം മാത്രം ട്രൈബൽ റിവോൾട്ടിലേക്ക് വരിക. ഈ രീതിയിലാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഓക്കെ, ക്ലിയർ അല്ലേ? പഠിക്കേണ്ടതും എങ്ങനെയാണെന്ന് കറക്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞു തന്നു. ഇനി നിങ്ങൾ പഠിച്ചാൽ മാത്രം മതി. ഓക്കെ, PDF ഞാൻ ഗ്രൂപ്പിൽ ഇട്ട് തന്നിട്ടുണ്ട്. റൈറ്റ്. സോ റിവോൾട്ട് ഓഫ് 1857 അല്ലെ, ഇതാണ് നമ്മുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട ടോപ്പിക് അല്ലെ. റിവോൾട്ട് ഓഫ് 1857 ഒരു ദിവസം അല്ലെ പെട്ടെന്ന് പൊട്ടിമുളച്ചിട്ടുള്ള ഒരു റിവോൾട്ട് അല്ല 1857 ഉണ്ടായിട്ടുള്ള ഈ ഒരു റിവോൾട്ട്. പല കാരണങ്ങളാൽ അല്ലെ
ഒരുപാട് നാളത്തെ പല കാരണങ്ങളാൽ കൊണ്ട് അല്ലെങ്കിൽ പല ഡയമെൻഷൻസ് അല്ല, പൊളിറ്റിക്കൽ കോസ്, സോഷ്യൽ കോസ്, എക്കണമിക് കോസ്, മിലിറ്ററി കോസ്, അങ്ങനെ പല ഡയമെൻഷൻസിലും നടന്നിട്ടുള്ള ഒരു പ്രശ്നങ്ങളുടെയൊക്കെ ഒരു ഫൈനൽ റിസൾട്ടാണ് ഈ ഒരു റിവോൾട്ട് എന്ന് പറയുന്നത്. യെസ്, ഒരു കൾമിനേഷൻ ഓഫ് ദി ഇവന്റ്സ് അല്ലെ ശ്രീലക്ഷ്മി? കൾമിനേഷൻ ഓഫ് ദി ഇവന്റ്സ് ഫൈനലി ലീഡ്സ് ടു ദിസ് റിവോൾട്ട്. ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് എന്നൊക്കെ പറയും. മെയിൻസിന് ഒരു ക്വസ്റ്റ്യൻ ഈ ഒരു ഭാഗത്ത് നിന്ന് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രിലിംസിനും ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ലീഡേഴ്സ്, പ്ലേസസ്, സപ്രസ് ചെയ്ത ആരാന്നൊക്കെ ഉള്ളത് ഇമ്പോർട്ടന്റ് ആണ്. സോ ഫസ്റ്റത്തെ റീസൺ പൊളിറ്റിക്കൽ കോസസ് അല്ലെ? ഡെഫിനറ്റ്ലി ദർ ആർ സം പൊളിറ്റിക്കൽ കോസസ് വിച്ച് ലീഡ് ടു ദിസ് റിവോൾട്ട്. Discontent among the ruling chief and royal families അല്ലെ? പോളിസീസ് ഓഫ് സബ്സിഡറി അലയൻസ്, ഡോക്ട്രിൻ ഓഫ് ലാപ്സ് അല്ലെ? സബ്സിഡറി അലയൻസ് എന്താണെന്നും ഡോക്ട്രിൻ ഓഫ് ലാപ്സ് എന്താണെന്നും നിങ്ങൾക്ക് അറിയാം. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇതെന്താണ് അല്ലെ ഒരു പൊളിറ്റിക്കൽ റീസൺ ആയി അല്ലെ? ഡിസ്കണ്ടന്റ് ഉണ്ടായി അല്ലെ? റൂളിംഗ് ചീഫുകളുടെ നിന്നും റോയൽ ഫാമിലീസിന്റെ ഒക്കെ അടുത്ത് നിന്ന് ഒരു ഡിസ്കണ്ടന്റ് ഉണ്ടായി അല്ലെ? ഒരു ഡിസ്ലൈക്ക് ഉണ്ടായി ഈ ബ്രിട്ടീഷിന്റെ പോളിസീസ്. ഇതൊക്കെ ആക്സെപ്റ്റ് ചെയ്യുന്നതിനും അപ്പുറമായിരുന്നു അല്ലെ ഈ പറഞ്ഞിട്ടുള്ള സബ്സിഡറി അലയൻസും ഡോക്ട്രിൻ ഓഫ് ലാപ്സും. രണ്ടിന്റെ ഉദ്ദേശം പ്രൊവിൻസ് അനക്സ് ചെയ്യാം, നമുക്കറിയാം. ഏലിയൻ റൂൾ ഓഫ് ബ്രിട്ടീഷ് അല്ലെ? ഏലിയൻ റൂൾ ഓഫ് ബ്രിട്ടീഷ്, ദ പ്രാക്ടീസ് ഓഫ് ആബ്സെന്റി സോവറിനിഷിപ്പ് എംബിറ്റഡ് ദ ഇന്ത്യൻസ് അഗെയിൻസ്റ്റ് ദി ബ്രിട്ടീഷ് അല്ലെ? ഏലിയൻ റൂൾ അല്ലെ? ഇന്ത്യൻ പാർട്ടിസിപ്പേഷൻ ഒന്നുമില്ല, സംതിങ്. ഏലിയൻ റൂൾ ഓഫ് ദ ബ്രിട്ടീഷ്, കംപ്ലീറ്റ് ഔട്ട്സൈഡേഴ്സ് ആണ്. എബോളിഷൻ ഓഫ് ദി റീഗൽ ടൈറ്റിൽസ് അല്ലെ? അതായത് നമുക്കറിയാം നമ്മുടെ അവസാനത്തെ മുഗൾ റൂളർ ബഹദൂർ ഷാ രണ്ടാമനാണെന്ന് നമുക്കറിയാം. ബഹദൂർ ഷാ രണ്ടാമന്റെ മരണത്തിന് ശേഷം ഫക്കീറുദ്ദീൻ അല്ലെ അടുത്ത സക്സസറായി വരുന്നു. ഈ ഫക്കീറുദ്ദീന്റെ മരണത്തോടുകൂടി ഡൽഹൌസി പറയാണ് അല്ലെ? ഡൽഹൌസി പറയാണ് ദർ ഈസ് നോ റീഗൽ ടൈറ്റിൽസ്. ഇനി മുതൽ റീഗൽ ടൈറ്റിൽസും ഇല്ല, ഫക്കീറുദ്ദീന്റെ സക്സസേഴ്സിനൊന്നും അതിന് മുഗളിന്റെ ഒരു പരിഗണനയും തരില്ല, മുഗൾ പാലസും അവൈലബിൾ ആയിരിക്കില്ല. ഓക്കെ, കംപ്ലീറ്റ്ലി ചവിട്ടി പുറത്താക്കി എന്ന് പറയാം അല്ലെ ലോർഡ് ഡൽഹൌസി. അതേപോലെ തന്നെ അബോളിഷ്ഡ് ദ റീഗൽ ടൈറ്റിൽസ് ഓഫ് നവാബ്സ് ഓഫ് കർണാട്ടിക് ആൻഡ് തഞ്ചൂർ അല്ലെ? ഇവരുടെ റീഗൽ ടൈറ്റിൽസും കാര്യങ്ങളൊക്കെ അല്ലെ, പേരുകളും കാര്യങ്ങളും എല്ലാം ബ്രിട്ടീഷ് ഇല്ലാതെയാക്കി, അബോളിഷ് ചെയ്തു. Anti-British feeling were strong in those regions like Burma, Assam, Cool, Sindh and Punjab. അല്ലെ? ഇതൊക്കെ അനക്സ് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളാണ് അല്ലെ? അനക്സ് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളാണ്. ഡെഫിനറ്റ്ലി ആന്റി ബ്രിട്ടീഷ് ഫീലിംഗ് അവിടെ ഉറപ്പായിട്ടും ഉണ്ടാവും, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? These are the political causes. ഇനി എക്സാമിന് വാട്ട് വേർ ദ പൊളിറ്റിക്കൽ കോസസ് ലെഡ് ടു ദി റിവോൾട്ട് ഓഫ് 1857 എന്ന് പറഞ്ഞാൽ ഇതാണ് നിങ്ങൾ എഴുതേണ്ടത്. സ്പെസിഫിക്കലി എടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി അങ്ങനെ സ്പെസിഫിക്കലി എടുത്ത് ചോദിക്കില്ല. വാട്ട് ആർ ദ റീസൺസ് വിച്ച് ലെഡ് ടു ദി റിവോൾട്ട് ഓഫ് 1857 എന്ന് പറയും. അല്ലെങ്കിൽ വാട്ട് വേർ ദി ആഫ്റ്റർ ഇഫക്ട് ഓഫ് ദി 1857 റിവോൾട്ട്, വാട്ട് ഹാപ്പൻ ടു ഇന്ത്യ, അങ്ങനെയൊക്കെ ആയിരിക്കും ചോദിക്കുക. നമുക്കറിയാം റിവോൾട്ട് അല്ലെ? റിവോൾട്ട് ഇന്ത്യ ഇവിടുന്നുള്ള അല്ലെ ഈ സദേൺ സ്റ്റേറ്റ് എന്നുള്ള പാർട്ടിസിപ്പേഷൻ വളരെ കുറവായിരുന്നു അല്ലെ? അറിയാം, നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ഞാൻ നിങ്ങൾക്ക് ഒരു ഇമേജ് ഇട്ട് തരാം. ഓക്കെ, യു ക്യാൻ സി. ഞാനൊരു ഇമേജ് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. ഇന്ത്യൻ സ്റ്റേറ്റ് ഡ്യൂറിംഗ് ദ റിവോൾട്ട് ഓഫ് 1857 അല്ലെ? ഏതൊക്കെ സ്റ്റേറ്റുകളാണ് റിബല്യൻ ആയിട്ടുള്ളത്, ഏതൊക്കെ സ്റ്റേറ്റുകളാണ് ന്യൂട്രൽ ആയിട്ടുള്ളത് അല്ലെ? എവിടെയൊക്കെയാണ് കൂടുതൽ റിവോൾട്ടുകൾ ബാധിച്ചിട്ടുള്ളത് അല്ലെ? കറക്റ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. ബട്ട് ബേസിക്കലി ഒരു കാര്യം മനസ്സിലാക്കുക, ഈ റിവോൾട്ട് എന്ന് പറയുന്നത് എന്താണ്? ഹോൾ ഇന്ത്യ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, ഒരു കാര്യം. പിന്നീട് ഈ റിവോൾട്ട് പ്രധാനമായും നയിച്ചിരുന്നത് ഇതുമായി എഫക്ട് ചെയ്തിട്ടുള്ളവരാണ്. ഓക്കെ, ഇതുമായി ക്ലോസ്ലി എഫക്റ്റഡ് ആയിട്ടുള്ളവരാണ് ഈ റിവോൾട്ടിനെ നയിച്ചത്. അതെങ്ങനെയാണെന്ന് ഇപ്പൊ സ്റ്റോറി പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. രണ്ട്, മൂന്നാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നില്ല. ഓക്കെ, കുറച്ച് ജമീന്ദാസ് സപ്പോർട്ട് ചെയ്തു, കുറച്ച് പേര് ഇല്ല. അങ്ങനെ പ്രിൻസ്ലി സ്റ്റേറ്റ് കുറച്ച് പേര് ബ്രിട്ടീഷിനെ സപ്പോർട്ട് ചെയ്യുന്നു, കുറച്ച് പേര് ഈ പറഞ്ഞ പോലെ റിവോൾട്ടിനെ അങ്ങനെ ഒരു ഹോൾ പാർട്ടിസിപ്പേഷൻ ഇല്ലായിരുന്നു.
ഓക്കെ, അപ്പൊ അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. സോ വാട്ട് വെയർ ദി എക്കണമിക് കോസസ് അല്ല, നമ്മളിപ്പോ പൊളിറ്റിക്കൽ കോസസ് പഠിച്ചു, എക്കണമിക് കോസസ്. ഓക്കെ, ഇതൊക്കെ സിമ്പിൾ ആണ്, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും വീണ്ടും ഇവിടെ പറയുന്നത്. എക്സ്പ്ലോയിറ്റേറ്റീവ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ബ്രിട്ടീഷ് അല്ലെ, എന്തൊക്കെയാണെന്ന് നമുക്കറിയാം അല്ലെ. ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ്, ലാൻഡ് റവന്യൂ കാര്യങ്ങളൊക്കെ വളരെ ഡീപ്പായിട്ട് നമ്മൾ പഠിച്ചു അല്ലെ. വിച്ച് എഫക്ട് ബോത്ത് ജമീന്ദാസ് ആൻഡ് ഫാമേഴ്സ്, പെസൻസ് അല്ലെ, പെസൻസ്. The huge drain of wealth അല്ലെ, huge drain of wealth, the destruction of industries, deindustrialization അല്ലെ, deindustrialization and increasing land revenue become a common features. അറിയാം, നമ്മൾ ഇത് പഠിച്ചതാണ്. A new plantation system introduced in 1833 resulted in incalculable misery for the ഭയങ്കരമായിട്ടുള്ള ഇന്ത്യൻ പെസൻസിന് ഭയങ്കരമായിട്ടുള്ള പ്രശ്നം ഉണ്ടായി. ഒരു പുതിയ പ്ലാന്റേഷൻ സിസ്റ്റം 1833 ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പെർമിറ്റിംഗ് ദ ഇംഗ്ലീഷ് മാൻ ടു അക്വയർ ലാൻഡ് പ്ലാന്റേഷൻ ഇൻ ഇന്ത്യ അല്ലെ. ഇത് ഇൻഡിഗോ പ്ലാന്റേഷനും അല്ലെ, ഇൻഡിഗോ റിവോൾട്ട് ഒക്കെ ആയിട്ട് നമുക്ക് ലിങ്ക് ചെയ്യാം. ദിസ് വാസ് ദി എക്കണമിക് റീസൺസ്. സോഷ്യൽ കോസസ് അല്ലെ, ഒരു കാര്യം അറിയാം, നമ്മുടെ PSC 3 മാർക്കിനും 5 മാർക്കിനെ ക്വസ്റ്റ്യൻസ് ചോദിക്കും അല്ലെ. 3 മാർക്ക് എന്ന് പറയുമ്പോൾ 5 വരി അല്ല. കഴിഞ്ഞ തവണ പോലെ ആണെങ്കിൽ ഈ തവണ വ്യത്യാസം ഉണ്ടാവോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. നമ്മള് കഴിഞ്ഞ തവണ എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് അതേ രീതിയിൽ തന്നെയായിരിക്കും നമ്മുടെ മൈൻഡ് ഉണ്ടാവേണ്ടത്. ഓക്കെ, ചേഞ്ച് വരികയാണെങ്കിൽ വരട്ടെ, കുറച്ചുകൂടി സ്പേസ് കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ, നല്ലത് അല്ലെ. 5 മാർക്കിന്റെ 17 വരിയാണ് ഉള്ളത് അല്ലെ. അപ്പോ അത്രയും കണ്ടന്റ് നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. ചുമ്മാ ഈ എല്ലാം ഓർത്തിരുന്ന് ലാസ്റ്റ് ഒന്നും കിട്ടാത്ത പോലെ ആക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഓക്കെ വളരെ ക്രെക്സ് ആയിട്ട് മാത്രമേ ഞാൻ പോയിന്റുകൾ തരുന്നത്. ഈ പോയിന്റുകൾ തന്നെ ഇത് തന്നെ കൂടുതലാണ്. പിന്നീട് സോഷ്യൽ കോസസ് എന്തൊക്കെയാണ് അല്ലെ. അറഗന്റ് ആറ്റിറ്റ്യൂഡ് ഓഫ് ദ ബ്രിട്ടീഷ് ആൻഡ് റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ അറിയാം. ബ്രിട്ടീഷ് ഇന്റർവെൻഷൻ ഇൻ റിലീജിയൻ ആൻഡ് കൾച്ചർ അല്ലെ. നമ്മുടെ റിലീജിയനിലേക്കും നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള കൾച്ചറിലേക്കും ബ്രിട്ടീഷിന്റെ ഒരു ഇന്റർവെൻഷൻസ് ഉണ്ടായിട്ടില്ല, കടന്നുകയറ്റം ഉണ്ടായിട്ടുണ്ട്. എസ്പെഷ്യലി ദി ആക്ടിവിറ്റീസ് ഓഫ് ദി ക്രിസ്ത്യൻ മിഷണറീസ് അല്ലെ. ചാർട്ടേഴ്സ് ആക്ട് 1813 പ്രകാരം ഇവരെ അലൗ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. ഇവര് വന്നു അല്ലെ, നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിൽ ഇന്റർവെൻ ചെയ്യുന്നു. അത് പിന്നീട് ഒരു സോഷ്യൽ കോസസ് ഒക്കെ ആയി മാറുന്നു. ലെജിസ്ലേഷൻ വെയർ പാസ്ഡ് അല്ലെ, നിയമം പാസ്സാക്കി എന്തിനൊക്കെ. പ്രോഹിബിഷൻ ഓഫ് ദ ഫീമെയിൽ ഇൻഫാന്റിസൈഡ്, സതി, സ്ലേവറി ആൻഡ് ദ വിഡോ റീമാരേജ്. ആക്ച്വലി ഇതൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണെങ്കിലും ആ സമയത്ത് അപ്പോൾ ജീവിച്ചിരുന്നവർക്ക് ഇതൊരു പ്രശ്നമായിരുന്നു അല്ലെ. അവര് കുറെ കാലങ്ങളായി ഫോളോ ചെയ്ത് വരുന്ന ട്രഡീഷൻ കസ്റ്റംസ്, ഇത് ഇവയിൽ പ്രാക്ടീസസ് ആണ് അക്കോർഡിംഗ് ടു അസ്. പക്ഷെ എന്നാലും ആ സമയത്ത് അല്ല ഒരു ജനത കണ്ടുവരുന്നിട്ടുള്ള കുറെ ട്രഡീഷണൽ പ്രാക്ടീസസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഒരു ദിവസം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ബ്രിട്ടീഷ് വന്നു അതിനെ ലെജിസ്ലേഷൻ പ്രകാരം ഇല്ലാതെയാക്കി അബോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അത് കോമൺ സിറ്റിസൺസിന്റെ ഇടയിൽ ഒരു എനിമിറ്റി ഉണ്ടാവും. ഓക്കെ, ജസ്റ്റ് ഓർത്തിരിക്കുക അല്ലെ. നമ്മളിപ്പം പ്രാക്ടീസ് ചെയ്യുന്ന അല്ല റിലീജിയസ് പ്രാക്ടീസ്, ട്രഡീഷൻസ് പെട്ടെന്നൊരു ദിവസം വന്ന് ബ്രിട്ടീഷ് അല്ലെങ്കിൽ ഒരു ഫോറിൻ അതോറിറ്റി വന്ന് അത് അബോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അതിനെതിരെ ഒരു ജനങ്ങളുടെ വികാരം ഉണ്ടാവും. And 1815 the Religious Disabilities Act was passed which modified the Hindu customs. അതായത് ഹിന്ദു റിലീജിയനിലെ ഒരാള് മതം മാറിക്കഴിഞ്ഞാല് ഈ എന്താ പറഞ്ഞാൽ ഫാദറിന്റെ പ്രോപ്പർട്ടിയിൽ അല്ലെ, സ്പെഷ്യലി ക്രിസ്ത്യൻ ഒക്കെ മാറിക്കഴിഞ്ഞാല് ഫാദറിന്റെ പ്രോപ്പർട്ടിയിൽ ഒരു ഇതുണ്ടാവും. ഓക്കെ, അതാണ് റിലീജിയസ് ഡിസബിലിറ്റീസ് ആക്ട്. ഇതൊക്കെ എന്തായി സോഷ്യൽ കോസസ് ആയി മാറി അല്ലെ. സോ പൊളിറ്റിക്കൽ കോസസ്, എക്കണോമിക്കൽ കോസസ്, സോഷ്യൽ കോസസ്. നൗ മിലിറ്ററി കോസസ് അല്ലെ. എന്തൊക്കെയാണ് മിലിറ്ററി കോസസ്? മിലിറ്ററി കോസസിൽ ഒക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. ലോ സാലറി ആൻഡ് പുവർ പ്രോസ്പെക്ട് ഓഫ് പ്രൊമോഷൻസ് അല്ലെ. നമ്മൾ യൂറോപ്യൻ സോൾജേഴ്സിനുമായിട്ട് നമ്മൾ ഇന്ത്യൻ സോൾജേഴ്സിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് സാലറി വളരെ കുറവാണ്, പ്രൊമോഷനും ഇല്ലായിരുന്നു. ഓക്കെ, ഒരു പരിധിക്കപ്പുറം ഇന്ത്യൻ സോൾജേഴ്സിന് പ്രൊമോഷൻ കിട്ടൂല. അലോങ് സൈഡ് ദ കമ്പനി the conditions of the service in the company's army and cantonment increasingly come into conflict with the religious beliefs, prejudice of the sipais, restrictions of wearing caste, etc. അല്ലെ. അതായത് വ്യക്തമായിട്ട് ഇന്ത്യൻ സോൾജേഴ്സിനെയും
യൂറോപ്യൻ സോൾജേഴ്സിനെയും ഡിസ്ക്രിമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സാലറിയുടെ ബേസിലും പ്രൊമോഷന്റെ ബേസിലും അല്ലെങ്കിൽ പറഞ്ഞ പോലെ റിലീജിയസ് പെർസ്പെക്റ്റീവിലും ബിലീഫ് എല്ലാത്തിലും. In 1856, Lord Canning government passed the General Service Enlistment Act. അല്ലെ, ജനറൽ സർവീസ് എൻലിസ്റ്റ്മെന്റ് ആക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഫ്യൂച്ചറിൽ വരുന്ന റിക്രൂട്ടുകൾ അല്ലെ, ആർമിയിലേക്ക് വരുന്നവര് ബ്രിട്ടീഷ് പറയുന്ന അല്ലെങ്കിൽ ഗവൺമെന്റ് പറയുന്ന ഏത് സ്ഥലത്താണെങ്കിലും പോയിട്ട് ജോലി ചെയ്യണം അല്ലെ. ജനറൽ സർവീസ് എൻലിസ്റ്റ്മെന്റ് ആക്ട് 1856 ലോർഡ് കാനിൻ ആണ്. ലോർഡ് കാനിൻ. All future recruits of the Bengal army would have to give an undertaking to serve anywhere their services might be required by the government. അല്ലെ, ലോകത്ത് എവിടെയാണെങ്കിലും നിങ്ങൾ പോയിരിക്കണം ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ആവശ്യം വരുന്ന സമയത്ത്. വെല്ലൂർ മ്യൂട്ടണി 1806, വെല്ലൂർ മ്യൂട്ടണി അല്ലെ, ശരിക്കും ഒരു 1857 മ്യൂട്ടണിയുടെ ഒരു സക്സസർ അല്ലെങ്കിൽ തുടക്കം എന്ന് പറയാം നമുക്കല്ലേ. To the Great Revolt was outcome of such tendencies on the part of the military authorities. The Indian Sipahi was equally unhappy with the emoluments compared to the British counterparts. ഒരേ റാങ്ക് തന്നെ ആയിരിക്കും, ബ്രിട്ടീഷും യൂറോപ്യൻ സോൾജേഴ്സിന്റെ ഒരേ റാങ്ക് ആയിരിക്കും. പക്ഷെ എന്താണ്, ഈ പറഞ്ഞ പോലെ എമോൾമെന്റ്സിലും സാലറീസിലും ബേസിലും ഒക്കെ ഭയങ്കരമായിട്ട് ഡിഫറൻസ് ഉണ്ടാവും. A more immediate cause of the Sipahis' dissatisfaction was the order that would not be given foreign services. എന്ത് ചെയ്തു, ബംഗാളിൽ നിന്ന് പോകുന്ന ആർമി ഓഫീസേഴ്സിന് എന്ത് ചെയ്തു, ഇന്ത്യൻ ആർമി ഓഫീസേഴ്സിന് ഫോറിൻ അലവൻസ്, അതിനെ ബത്ത എന്നാണ് പറയുന്നത്, ബത്ത, ഓക്കെ, അത് ഇല്ലാതെയാക്കി അല്ലെ. അതായത് പ്രത്യേകിച്ച് സിന്ധിലും പഞ്ചാബിലും ഒക്കെ വർക്ക് ചെയ്യുന്ന ആർമി ഓഫീസേഴ്സിന് അല്ലെ ഫോറിൻ സർവീസസ് അലവൻസ് ഇല്ലാതെയാക്കി. നിങ്ങൾ വിചാരിക്കും പഞ്ചാബ് സിന്ധു ഒക്കെ എന്താ ഫോറിൻ ടെറിട്ടറി ആണെന്ന് വിചാരിക്കും അല്ലെ. ഇവിടെ നിന്ന് ഇവിടത്തേക്കാണ് പോകുന്നത് അല്ലെ. അപ്പോ സോൾജേഴ്സിനെ സംബന്ധിച്ചിടത്തോളം യെസ് ഓഫ് കോഴ്സ് അല്ലെ, അവരുടെ ലാൻഡ് പ്ലേസിൽ നിന്ന് അവര് വിട്ടുമാറിയാണ് അല്ലെ. സോ ഇതും ഫോറിൻ സർവീസസ് അലവൻസ് ബത്ത ഇല്ലാതെയാക്കി. ഇൻ 1854 ദ പോസ്റ്റ് ഓഫീസ് ആക്ട് അല്ലെ, 1854 പോസ്റ്റ് ഓഫീസ് ആക്ട് പാസ്സാക്കി. ഇതിൽ എന്ത് ചെയ്തു, ഫ്രീ അല്ലെ സിപ്പായേഴ്സിനുള്ള, പട്ടാളക്കാർക്കുള്ള സിപ്പായേഴ്സിനുള്ള ഫ്രീ പ്രിവിലേജ് ഇല്ലാതെയാക്കി. കറക്റ്റ് ആയിട്ട് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ. 1854 പോസ്റ്റ് ഓഫീസ് ആക്ട് പ്രകാരം സോൾജേഴ്സിന് കൊടുക്കുന്ന പ്രിവിലേജസ് ഉണ്ടായിരുന്നു. അതായത് ഫ്രീ ആയിട്ട് അവർക്ക് പോസ്റ്റേജ് അയക്കാൻ പറ്റും. അത് വിഡ്രോ ചെയ്തു ആര്, ബ്രിട്ടീഷ് ഗവൺമെന്റ്. ചുരുക്കി പറഞ്ഞാല് സിപ്പായിസ് എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം ദേ വേർ പെസൻസ് ഇൻ ദി യൂണിഫോംസ് അല്ലെ, കൃഷിക്കാർ ഇൻ ദി യൂണിഫോംസ്. കോൺഷ്യസ്നെസ് വാസ് നോട്ട് ഡിവോഴ്സ്ഡ് ഫ്രം ദ റൂറൽ പോപ്പുലേഷൻ അല്ലെ. ഇന്ത്യൻ സോൾജേഴ്സിന് സ്റ്റിൽ അവരുടെ റൂറൽ പോപ്പുലേഷനും അവരനുഭവിക്കുന്ന കാര്യങ്ങളൊക്കെ അവരുടെ മൈൻഡിൽ തന്നെ ഉണ്ടായിരുന്നു. ആൻഡ് ഇവഞ്ച്വലി ഈ ഫാക്ടേഴ്സ് ഒക്കെ കൊണ്ട് അറിയാം നമുക്ക് അല്ലെ, ഒരു വലിയൊരു റിവോൾട്ടായി മാറുന്നു. അതിന് ചുക്കാൻ കൊടുത്തത് ബ്രിട്ടീഷ് ഫെയിലിയേഴ്സ് ഇൻ ദി അഫ്ഗാൻ വാർ, പഞ്ചാബ് വാർ, ക്രിമിയൻ വാർ. ഈ 3 വാറിലെയും ബ്രിട്ടീഷിന്റെ മാസീവ് ഫെയിലിയർ എന്ത് ചെയ്തു, ഈ റിവോൾട്ടേഴ്സിന് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു തോട്ട് കൊടുത്തു. ഇപ്പൊ ബ്രിട്ടീഷുകാരെ നമുക്ക് തോൽപ്പിക്കാൻ പറ്റും, ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ തോൽപ്പിക്കാൻ പറ്റും എന്നൊക്കെയുള്ള ഒരു ചിന്ത കൊടുക്കുന്നു അല്ലെ. അഫ്ഗാൻ വാറിൽ ഡിഫീറ്റ് ആയിട്ട കാര്യമൊക്കെ നമ്മൾ പഠിച്ചാണ്. ഓൾ ദിസ് ഇവന്റ്സ് ഫൈനലി ട്രിഗേർഡ് വിത്ത് ദി ഗ്രീസ്ഡ് കാറ്ററേജ് ഇവന്റ്. ഇതെന്തായാലും നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലെ, ഗ്രീസ്ഡ് കാറ്ററേജ് ഇവന്റ് അല്ലെ. ഇതൊക്കെ കൂടി അവസാനം ഏറ്റവും ടോപ്പിലെത്തിയത് അല്ലെ, ഗ്രീസ്ഡ് കാറ്ററേജ് ഇവന്റ്സ്. എന്താണെന്ന് നിങ്ങൾക്ക് ആരെങ്കിലും അറിയാവോ? ഉറപ്പ് ആ കാര്യം നിങ്ങൾക്ക് എന്തായാലും അറിയായിരിക്കും അല്ലെ. ആരെങ്കിലും ഒന്ന് പറഞ്ഞേ, ഗ്രീസ്ഡ് കാറ്ററേജ് ഇവന്റ് എന്താണ്? യെസ്, അല്ലെ. ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരുപാട് പോയിന്റുകൾ പുതുതായി നിങ്ങൾ പിഗ് ആൻഡ് കൗ ഫാറ്റ്, ശ്രീലക്ഷ്മി. യെസ്, ഇൻ റൈഫിൾ ബുള്ളറ്റ്സ്, വെരി ഗുഡ്. ബുള്ളറ്റ്, മോഹസിന മുഹമ്മദ്. യെസ്, യെസ്, ഓക്കെ, ഗുഡ്. മുസ്ലിംസ് ആൻഡ് ഹിന്ദുസ്, റൈറ്റ് അല്ലെ. നമുക്കറിയാം പിഗ് മുസ്ലിംസിന്
അല്ലെ, പ്രശ്നമാണ്. അതേപോലെ തന്നെ കൗ ഇസ് ഓൾസോ ഹിന്ദുസ് സാക്രഡ് ആയി കാണുന്നതാണ് അല്ലെ. അപ്പൊ ഇതിന്റെ നെയ് അല്ലെ, എന്ത് ചെയ്തു ഈ ബുള്ളറ്റിൽ അല്ലെ, ഗ്രീസ്ഡ് കാറ്ററേജ് ജീവൻ. ഇതെന്ത് ചെയ്യണം, ആ ബുള്ളറ്റ് നിറയ്ക്കുന്നതിന് മുമ്പ് ഇത് കടിച്ചിട്ട് ഓപ്പൺ ചെയ്യണം. അപ്പൊ ഇതെന്ത് ചെയ്തു അല്ലെ, ഈ കാര്യങ്ങള് കാര്യം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായല്ലോ അല്ലെ. അപ്പൊ ഇതെന്ത് ചെയ്തു, അവരുടെ റിലീജിയസ് ബിലീഫിനെ ബാധിച്ചു അല്ലെ, റിലീജിയസ് ബിലീഫിനെ ബാധിക്കുന്നു. ഡെഫിനറ്റ്ലി ഇതിനെതിരെ ഒരു പ്രശ്നം ഉണ്ടാവും അല്ലെ. റിലീജിയസ് പരമായിട്ടുള്ള പ്രശ്നമാണ്. പിഗ് ഫോർ മുസ്ലിംസ് ആൻഡ് കൗ ഫോർ ഹിന്ദുസ്. ആൻഡ് ഇവന്റ്സ് അല്ലെ, പിന്നീട് ഇതിലേക്ക് പോകുന്ന ഇവന്റുകളുണ്ട് അല്ലെ. ദ 19th നാറ്റീവ് ഇൻഫൻട്രി, ഈ നാറ്റീവും ഇൻഫൻട്രി അത് ബറ്റാലിയൻ ആണ് കേട്ടോ, ഡിഫറെന്റ് ബറ്റാലിയൻസ് ഉണ്ടാവല്ലോ, അതൊന്നും നിങ്ങൾ ഓർത്തിരിക്കേണ്ട ആവശ്യമില്ല. ദ 19th native infantry at Berhampur which refused to use the newly introduced Enfield rifle അല്ലെ. ഗ്രീസ്റ്റ് ഈ പറഞ്ഞ നമ്മളിപ്പോ പറഞ്ഞ പോലെ പിഗും കവും. The 19th native infantry at Berhampur which refused to use the newly introduced Enfield rifle and they were in mutiny അല്ലെ. ഫെബ്രുവരി 1857 അല്ലെ. മ്യൂട്ടണി തുടങ്ങാനുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ തുടങ്ങുന്നുണ്ട് അല്ലെ, സ്റ്റാർട്ടിംഗ് ആയിട്ടുണ്ട്. ഈ ബറ്റാലിയൻ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു, ഡിസ്ബാൻഡ് ചെയ്തു. ഡിസ്ബാൻഡ് ചെയ്തു. പിന്നീട് എ യങ് സിപ്പായി, ഇത് നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലെ, യങ് സിപ്പായി ഓഫ് 34th ഇൻഫൻട്രി, PY ക്കാണ് കേട്ടോ, മംഗൽ പാണ്ഡെ വെന്റ് എ സ്റ്റെപ്പ് ഫർദർ അല്ലെ, തന്റെ സർജന്റിനെ അല്ലെ, സുപ്പീരിയർ ആയിട്ടുള്ള ഓഫീസറിനെ പടിവെച്ചു. Definitely he was captured and he was executed on April 6. His regiment was disbanded അല്ലെ, ഡിസ്ബാൻഡ് ചെയ്യപ്പെട്ടു അല്ലെ. അപ്ഡേറ്റുകൾ ഇങ്ങനെ നടക്കാണ് അല്ലെ. ഇൻഫൻട്രിയിലെ ഒരു സ്റ്റെപ്പ് ഫർദർ ആയി, തന്റെ സുപ്പീരിയർ സർജന്റിനെ വെടിവെക്കുന്നു. പിന്നീട് അത് നമ്മുടെ മംഗൾ പാണ്ഡെയുടെ എക്സിക്യൂട്ട് ചെയ്തു കേട്ടോ. April 24th 90 men of the 3rd native cavalry refused to accept the greased cartridges. Same reason. On May 9, 85 of them were dismissed അല്ലെ. 90 പേരോളം 3rd native cavalryയിലുള്ള അല്ലെ ബറ്റാലിയനിലുള്ള പട്ടാളക്കാർ എന്ത് ചെയ്തു, ഇത് യൂസ് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് റിഫ്യൂസ് ചെയ്തു. ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു, ഇതിലെ 85 പേരെ ഡിസ്മിസ് ചെയ്തു അല്ലെ, 10 വർഷം ജയിൽ തടവും വിധിച്ചു അല്ലെ, 10 വർഷം ജയിൽ തടവും വിധിച്ചു. This sparked a general mutiny among the Indian soldiers stationed at the Meerut. അല്ലെ, ആ ഒരു കഥ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ. ഇത് കൂടി 10 വർഷം കൂടി ജയിൽ ശിക്ഷ വിധിച്ചതോടുകൂടി ഏകദേശം മ്യൂട്ടണി അവിടെ സ്റ്റാർട്ട് ആയിട്ടുണ്ടായി. Thus the revolt started on May 10th അല്ലെ. മെയ് 10-ാം തീയതി റിവോൾട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. The Great Revolt began at Meerut, PYQ, 58 kilometer away from the Delhi. അങ്ങനെ ഈ പറഞ്ഞ പോലെ റിവോൾട്ട് സ്റ്റാർട്ട് ചെയ്യാണ് അല്ലെ. റൈറ്റ്, റിവോൾട്ട് ഓഫ് 1857. ഇതിനു മുമ്പ് കുറച്ച് കാര്യങ്ങൾ കൂടി. ഓക്കെ, ഞാൻ right. White page. ജനറൽ സർവീസസ് എൻലിസ്റ്റ്മെന്റ് ആക്ട് ഒന്നുകൂടി പറയാമോ ശ്രീലക്ഷ്മി? ജനറൽ സർവീസസ് എൻലിസ്റ്റ്മെന്റ് ആക്ട് 1856 വർഷം ഓർത്തിരിക്കുക. ലോർഡ് കാനിൻ ആണ് അല്ലെ പാസ്സാക്കിയത്. ലോർഡ് കാനിൻ ആണ് പാസ്സാക്കിയത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പുതുതായി ആർമിയിലേക്ക് വരുന്ന ഉദ്യോഗസ്ഥരെന്ത് ചെയ്യും, ദേ ഹാവ് ടു സെർവ് എനിവെയർ അല്ലെ. ഈ ബ്രിട്ടീഷ് ഗവൺമെന്റ് അല്ലെ, ലോർഡ് കാനിന്റെ ഗവൺമെന്റ് പറയുന്ന സ്ഥലത്ത് ഇവര് സെർവ് ചെയ്യേണ്ടി വരും. മനസ്സിലായോ? എനിവെയർ അല്ലെ, എനിവെയർ
their service might be required. ഗവൺമെന്റ് പറയുന്ന സ്ഥലത്ത് ഇവര് ജോലി ചെയ്യേണ്ടി വരും. മനസ്സിലായോ? ഇതാണ് ശ്രീലക്ഷ്മി ജനറൽ സർവീസസ് എൻലിസ്റ്റ്മെന്റ് ആക്ട്. ജസ്റ്റ് ആ ആക്ട് ഏത് വർഷമാണെന്ന് ഓർത്തിരിക്കുക, ഏത് വൈസ്രോയ് ആണ് അല്ലെങ്കിൽ ഗവർണർ ജനറൽ ആണ് പാസ്സാക്കിയത്, വൈസ്രോയ് അല്ല ഗവർണർ ജനറൽ ആണ് പാസ്സാക്കിയെന്ന് ഓർത്തിരിക്കുക. എന്താണ് ഇതിന്റെ കണ്ടന്റ്, കോൺസെപ്റ്റ് എന്ന് ഓർത്തിരിക്കുക. അതായത് പുതുതായി ആർമിയിലേക്ക് വരുന്ന പുതിയ റിക്രൂട്ടുകൾ എന്ത് ചെയ്യണം, ഗവൺമെന്റ് പറയുന്ന സ്ഥലത്ത് എവിടെയാണെങ്കിലും പോയിട്ട് സർവീസ് ചെയ്യണം. ഓക്കെ, റൈറ്റ്. ദ ഗ്രേറ്റ് റിവോൾട്ട് ബിഗിൻ ഫ്രം മിററ്റ്. ഇത് സ്റ്റോറി പോലെ നിങ്ങൾ കേൾക്കുക കേട്ടോ, കഥ പോലെ കേൾക്കുക. വിച്ച് ഇസ് നോട്ട് ഇമ്പോർട്ടന്റ് ഫോർ, ഒരു സ്റ്റോറിയാണ്. ഓക്കെ, നമുക്കറിയാം ദ ഗ്രേറ്റ് റിവോൾട്ട് ബിഗിൻ അറ്റ് മീററ്റ് അല്ലെ, 58 കിലോമീറ്റർ അവേ ഫ്രം ഡൽഹി. ഡേറ്റ് ഓർത്തിരിക്കുക, 10th May 1857 അല്ലെ. എന്ത് ചെയ്തു? പട്ടാളക്കാര് ഒരുമിച്ച് കൂടുന്നു അല്ലെ, റിവോൾട്ട് വേണ്ടി ചെയ്യുന്നു. എന്ത് ചെയ്തു? they gathered rapidly. Okay, gathered rapidly അല്ലെ, ഓരോ സ്ഥലവും അവർ പിടിച്ചെടുക്കുകയാണ്. gathered rapidly, soon embraced a vast region from Punjab in the north to Bihar in the east and Rajputana in the west. ഡൽഹിയിൽ എന്ത് ചെയ്യുന്നു അല്ലെ, സമരം. ഈ സിപ്പായിസ് എന്ത് ചെയ്യുന്നു, ഡൽഹിയിലെ ഓഫീസേഴ്സിനെ കില്ല് ചെയ്തിട്ട് ഡൽഹി പിടിച്ചെടുക്കുന്നു അല്ലെ. കില്ലഡ് യൂറോപ്യൻ ഓഫീസേഴ്സ്, ഓക്കെ, ഇൻക്ലൂഡിങ് സൈമൺ, പേരുകളൊന്നും ഓർത്തിരിക്കണ്ട കേട്ടോ, ഫ്രേസർ. ഓക്കെ, എന്നിട്ട് ആ സിറ്റി ഡൽഹി പിടിച്ചെടുക്കുന്നു. എന്ത് ചെയ്തു? ഡൽഹി പിടിച്ചെടുത്തിട്ട് ഈ സിപ്പായിസ് എന്ത് ചെയ്യുന്നു, നേരെ ബഹദൂർ ഷാ സഫറിന്റെ അടുത്ത് പോകുന്നു. ഈ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ, ബഹദൂർ ഷാ സഫറിന്റെ അടുത്ത് പോകുന്നു. ഈ റിവോൾട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ഈ റിവോൾട്ടിനെ മുന്നിട്ട് നയിക്കണമെന്ന് ബഹദൂർ ഷാ സഫറിനോട് ഈ സിപ്പായേഴ്സ് ആവശ്യപ്പെടുകയാണ് അല്ലെ. ബിക്കോസ് എന്താണ് അല്ലെ, ഈ ബഹദൂർ ഷാ സഫർ അല്ലെ ഇന്ത്യയെ റൂൾ ചെയ്തിട്ടുള്ള ഒരു വലിയൊരു എംപയറിന്റെ അവസാന റൂളറാണ് ബഹദൂർ ഷാ സഫർ അല്ലെ. അപ്പൊ ഇവർക്ക് ഒരു അതോറിറ്റി വേണം അല്ലെ. ഇവര് അല്ലെ, നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ അല്ലെ, സക്സസ് ആയി കഴിഞ്ഞാൽ ഇവര് ഇപ്പോ ഈ പറഞ്ഞിട്ടുള്ള റിവോൾട്ട് സക്സസ് ആയി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഒരു റൂളർ വേണം അല്ലെ. സോ ദേ ദംസെൽഫ് കൺസിഡർ ബഹദൂർ ഷാ സഫർ ആസ് ദി ഫ്യൂച്ചർ റൂളർ ആൻഡ് ബഹദൂർ ഷാ സഫറിനോട് ഈ റിവോൾട്ടിനെ നയിക്കാൻ വേണ്ടി പറയുന്നു. ദെൻ ബഹദൂർ ഷാ സഫർ എന്ത് ചെയ്യുന്നു? ബഹദൂർ ഷാ സഫർ ഇനീഷ്യലി ഇൻട്രസ്റ്റഡ് ആയിരുന്നില്ല. ഹി വാസ് അല്ലെ ഓൾറെഡി വീക്ക് ആയിട്ടുള്ള റൂളർ ആയിരുന്നു ബഹദൂർ ഷാ സഫർ ആ സമയത്ത്. എന്നിരുന്നാലും എന്ത് ചെയ്തു? ഹി റോട്ട് ലെറ്റേഴ്സ് ടു ദി ചീഫ് ആൻഡ് റൂളേഴ്സ് ഓഫ് ഇന്ത്യ അല്ലെ. ബഹദൂർ ഷാ കത്ത് എഴുതാണ്. ഓക്കെ, ആ സമയത്ത് ഇന്ത്യയിലുള്ള ചീഫുകളോടും പ്രിൻസ്ലി രാജാക്കന്മാരോടും എന്താണ് അല്ലെ, ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ഈ റിവോൾട്ടിന്, ഈ ഫൈറ്റിന് ഒരുമിച്ച് നിൽക്കണം എന്നൊക്കെ പറഞ്ഞ് കത്ത് എഴുതുകയാണ്. സ്ക്രീൻ കാണുന്നുണ്ടോ? പ്രശ്നമുണ്ടോ? സ്ക്രീൻ കാണുന്നില്ലേ? ആരെങ്കിലും ഒന്ന് പറഞ്ഞ്, ഒരു വൈറ്റ് പേപ്പർ കാണുന്നില്ല, ഞാൻ എഴുതിയൊന്നും കാണുന്നില്ല. യെസ്, ഷാരോ ഒന്ന് ലെഫ്റ്റ് അടിച്ച് വീണ്ടും വരിക. ഓക്കെ, ഞാനൊരു വൈറ്റ് പേപ്പറിൽ എഴുതുന്നുണ്ട്. യെസ്, ദ എൻറ്റയർ ബംഗാൾ ആർമി അല്ലെ. ഇതിന്റെ സീക്വൻസ് കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഇങ്ങനെയാണ് ഇത് സംഭവിച്ചത് അല്ലെ. ബഹദൂർ ഷാ സഫറിന്റെ അടുത്ത് പോകുന്നു. ബഹദൂർ ഷാ സഫർ ഇനീഷ്യലി പവർ ഇല്ലാത്തൊരു എംപറർ ആണ്. എന്നിരുന്നാലും ഹി റോട്ട് ലെറ്റേഴ്സ് ടു ദ ചീഫ്സ് ആൻഡ് റൂൾസ് ടു പാർട്ടിസിപ്പേറ്റ് ഫൈറ്റ് അഗെയിൻസ്റ്റ് ദി ബ്രിട്ടീഷ്. The entire Bengal army
soon rose in revolt, അല്ലെ, വിച്ച് ക്വിക്ലി സ്പ്രെഡ്സ്, ഒരുപാട് ഏരിയയിലേക്ക് ഇത് സ്പ്രെഡ് ചെയ്യാണ് ചെയ്യുന്നത്. ആവാദ്, റോഹിൽഖണ്ഡ്, ദ്യോബ്, സെൻട്രൽ ഇന്ത്യ, ലാർജ് പാർട്ട് ഓഫ് ദി ബീഹാർ, ഈസ്റ്റ് പഞ്ചാബ്, ഓക്കെ, അങ്ങനെയുള്ള ഒരുപാട് സ്ഥലത്തേക്ക് എൻറ്റയർ ദ ബ്രിട്ടീഷ് ആർമി ഇതിൽ കൊണ്ടുവരുന്നു അല്ലെ. അങ്ങനെ ഇത് ഭയങ്കരമായി വ്യാപിക്കുന്നു. ഒരു കാര്യം ആലോചിക്കുക, സൗത്ത് ഇന്ത്യയിൽ വ്യാപിക്കുന്നില്ലേ, നോർത്തിൽ മാത്രമാണ്. സോ ഇതെന്ത് ചെയ്തു, ബ്രിട്ടീഷ് അതോറിറ്റിയെ ഷോക്കാക്കി. ഇതിന്റെ കൂടെ ഇതിനെന്താണ്, ഈ ഒരു ബ്രിട്ടീഷ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ സിപ്പായിസിന്റെ ലഹള മാത്രമാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. സിപ്പായസ് പോകുന്ന വഴിയിൽ സിവിൽ പോപ്പുലേഷൻ, ഓക്കെ, അതായത് സാധാരണ ജനങ്ങളും ഈ സിപ്പായസിന്റെ കൂടെ കൂടി, ഓക്കെ, റിബെൽഡ് അഗെയിൻസ്റ്റ് ദി ബ്രിട്ടീഷ്, റിബെൽഡ് അഗെയിൻസ്റ്റ് ദി ബ്രിട്ടീഷ്. ഈ സിപ്പായസും റിബെൽഡ് സിപ്പായസിന്റെ കൂടെ സിവിൽ പോപ്പുലേഷൻ, സാധാരണ ജനങ്ങളും ഇതിന്റെ ഒരു ഭാഗമായിട്ടുണ്ട്. എക്സാമിന് ചോദിക്കാം സ്റ്റോറി അല്ലെ. സിവിൽ പോപ്പുലേഷൻ ഓൾസോ ഇൻക്ലൂഡഡ്, എസ്പെഷ്യലി ഇൻ ദ നോർത്ത് വെസ്റ്റേൺ പ്രൊവിൻസ് ആൻഡ് അവാദ്. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞു ഈ റിവോൾട്ട് ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെട്ടിട്ടില്ല, ബ്രിട്ടീഷ് പോളിസികളാൽ ബാധിക്കപ്പെട്ടിട്ടുള്ളവരായിരുന്നു ഇതിന് കൂടുതലായിട്ടുണ്ടായിരുന്നത് അല്ലെ. എക്സാമ്പിൾ പെസൻസ് അല്ലെ, ഇതിന്റെ കൂടെ എന്താണ്, സിവിൽ പോപ്പുലേഷന്റെ കൂടെ പെസൻസ് അല്ലെ, ഷോപ്പ് കീപ്പേഴ്സ്, ആർട്ടീഷ്യൻസ് അല്ലെ, ഡി ഇൻഡസ്ട്രിയലൈസേഷൻ റീകോൾ ചെയ്യണം. ജമീൻദാസ് അല്ലെ, എല്ലാ ജമീൻദാസും ഇല്ല അല്ല, അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, എല്ലാ ജമീൻദാസും ഇല്ല, കുറച്ച് പേരെ ഉണ്ടായിട്ടുള്ളൂ. റിലീജിയസ് മെർച്ചൻസ്, റിലീജിയസ് മെൻഡിക്കേറ്റ്, സോറി മെർച്ചൻസ് അല്ല, പ്രീസ്റ്റ്, സിവിൽ സർവൻസ്, എക്സെട്ര എക്സെട്ര. അങ്ങനെ ഈ ഉള്ളവർ കൂടി സിവിൽ പോപ്പുലേഷന്റെ കൂടിയും ഈ സിപ്പായസിന്റെയും കൂടി. ഇതുകൊണ്ടാണ് ഇതിനെ ഒരു പോപ്പുലർ റിവോൾട്ട് എന്ന് ചുരുക്കി പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും പേര് കൂടുന്നതുകൊണ്ട് തന്നെ ഡെഫിനറ്റ്ലി അതൊരു അല്ലെ, ഒരു സിപ്പായി ലഹളക്കപ്പുറം ഒരു പോപ്പുലർ റിവോൾട്ടായി മാറുകയാണ് ചെയ്യുന്നത് അല്ലെ. ഇതേപോലെ തന്നെ ഇതിന് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് കേട്ടോ. ഈ പറഞ്ഞ പോലെ പെസൻസ് എന്ത് ചെയ്യുന്നു, ജമീൻദാസിന്റെ ഈ പറഞ്ഞ പോലെ അവരുടെ വീടുകൾ നശിപ്പിക്കുന്നു, അക്കൗണ്ട്സുകൾ നശിപ്പിക്കുന്നു, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിന്റെ ഇടയിൽ നടക്കുന്നുണ്ട്. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നുള്ളൂ എക്സാം പെർസ്പെക്റ്റീവില് അല്ലെ. ദ റിവോൾട്ട്, ഓക്കെ, ഈ ഒരു റിവോൾട്ട് വാസ് പെർട്ടിക്കുലർലി സ്പ്രെഡ് ടു ദി മേജർ പാർട്ട് ഓഫ് നോർത്ത് ഇന്ത്യ. അല്ലെ, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റ് ആയിട്ട് കേൾക്കുകയാണെങ്കിൽ മെയിൻസിന് ഏത് രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരം എഴുതാം. നിങ്ങളുടെ രീതിയിൽ നിങ്ങൾക്ക് ഉത്തരം എഴുതാം. മേജർ പാർട്ട് ഓഫ് ദി നോർത്ത് ഇന്ത്യ റിവോൾട്ട് സ്പ്രെഡ് ആയിട്ടുണ്ട്. പക്ഷേ ദ സദേൺ പാർട്ട് അല്ലെ, അല്ലെങ്കിൽ നമുക്ക് ദ നോർത്ത് ഓഫ് ദ നർമ്മദ, റിമെയിൻഡ് സൈലന്റ്. ഞാൻ ആ ഇമേജ് ഇട്ടിട്ടുണ്ട്, നിങ്ങൾ ആ ഇമേജ് നോക്കൂ അല്ലെ, ഏതൊക്കെ സ്റ്റേറ്റുകളാണ്, പ്രൊവിൻസുകളാണ് റിവോൾട്ട് ചെയ്തതെന്നുള്ളത്. ഇവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ റിവോൾട്ടിന് ഹിന്ദു മുസ്ലിം യൂണിറ്റി ഉണ്ടായി. ഓക്കെ, ഹിന്ദു മുസ്ലിം യൂണിറ്റി ഉണ്ടായി അല്ലെ, ഹിന്ദു മുസ്ലിം യൂണിറ്റി ഉണ്ടായി. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ അല്ലേ? റൈറ്റ്, ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഓർത്തിരിക്കുക. ഇനി അല്ലെ, സ്ട്രോങ് സെന്റേഴ്സും ലീഡേഴ്സും ഉണ്ടായിരുന്നു. ക്ലിയർ ആണ്? യെസ് ശ്രീലക്ഷ്മി, സ്ട്രോങ് സെന്റേഴ്സും ലീഡേഴ്സും ഉണ്ടായിരുന്നു അല്ലെ. അതും കൂടി ജസ്റ്റ് ഒന്ന് നോക്കുക. ഞാൻ പറഞ്ഞു അല്ലെ, നോർത്തില് വളരെ നല്ല രീതിയിൽ സ്ട്രോങ് സെന്റേഴ്സ് ഉണ്ടായിരുന്നു. പറഞ്ഞുതരാം. മേ ബി ഒരുപാട് പേര് ഇതൊക്കെ ആദ്യമേ അറിയുന്നവരായിരിക്കും, എനിക്കറിയാം. അറിയുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒരു റിവിഷൻ എന്നുള്ള രീതിയിൽ നിങ്ങൾ കേട്ടിരിക്കുക. ഇനി അറിയാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുള്ളത് എന്നുള്ളത്. പലരും എന്ത് ചെയ്യും, ബുക്കിൽ വായിക്കും, ഒന്നും മനസ്സിലാവില്ല, ഇങ്ങനെയാണ് അല്ലെ. അപ്പൊ ഇത്
ജസ്റ്റ് ഒരു സ്റ്റോറി എന്നുള്ള രീതിയിൽ നിങ്ങൾ ഓർത്തിരിക്കുക, മൈൻഡിൽ വെക്കുക അല്ലെ. എന്തെങ്കിലും ഒരു രീതിയിൽ, യെസ് എന്തെങ്കിലും ഒരു രീതിയിൽ എക്സാമിന് ഏതെങ്കിലും രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തായാലും ബെനിഫിറ്റ് ഉണ്ടാവും. ദെൻ സ്ട്രോങ് സെന്റേഴ്സ് ഉണ്ടായിരുന്നു അല്ലെ. സ്ട്രോങ് സെന്റേഴ്സ് ആൻഡ് ലീഡേഴ്സ് അല്ലെ. ആൻഡ് ലീഡേഴ്സ് ഇത് നിങ്ങൾക്ക് അറിയായിരിക്കും. ഇത് PSC ഒരുപാട് തവണ ചോദിച്ചതാണ്. ഡൽഹിയിൽ എന്ത് ചെയ്യുന്നു? ഡൽഹിയിൽ നമുക്കറിയാം അല്ലെ, മുഗൾ എംപറർ ബഹദൂർ ഷാ സഫർ അല്ലെ. പക്ഷെ ബഹദൂർ ഷാ സഫർ രണ്ടാമൻ അല്ലെ. ബഹദൂർ ഷാ രണ്ടാമൻ ഡൽഹിയിൽ ഒരു സിംബോളിക് റൂളർ ആയിരുന്നു. ഓക്കെ, സിംബോളിക് റൂളർ ആയിരുന്നു. പക്ഷെ ആക്ച്വലി ഈ റിവോൾട്ട് നയിച്ചിരുന്നത് ജനറൽ ബക്ത് ഖാൻ ആണ് കേട്ടോ. ജനറൽ ബക്ത് ഖാൻ. ഈ പേരുകൾ ഓർത്തിരിക്കുക കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. ജനറൽ ബക്ത് ഖാൻ. യഥാർത്ഥത്തിൽ ജനറൽ ബക്ത് ഖാൻ ആണ് ഈ റിവോൾട്ട് നയിച്ചിരുന്നതെങ്കിലും സിംബോളിക് ലീഡർ എന്ന് പറയാൻ നമുക്ക് ബഹദൂർ ഷാ രണ്ടാമൻ അല്ലെ. ആ സ്റ്റോറി ഞാൻ നിങ്ങളത് പറഞ്ഞു എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്. ഡൽഹി, കൺപൂരില് സ്ട്രോങ് സെന്റേഴ്സ് ഡൽഹി, അതിനുശേഷം കൺപൂരിൽ നാനാ സാഹിബ് അല്ലെ. നാനാ സാഹിബ് ആരായിരുന്നു? അഡോപ്റ്റഡ് സൺ ഓഫ് ദ ലാസ്റ്റ് പേഷ്വ കേട്ടോ. അഡോപ്റ്റഡ് സൺ ഓഫ് ദി ലാസ്റ്റ് പേഷ്വ. ബജ്ജിറാവോ രണ്ടാമൻ അല്ലെ. ഈ നാനാ സാഹിബിന് എന്ത് ചെയ്തു അല്ലെ, ഞാൻ പറഞ്ഞു ഈ റിവോൾട്ടുകൾ ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെട്ടില്ല, ബ്രിട്ടീഷ് പോളിസിയാൽ ബാധിക്കപ്പെട്ടിട്ടുള്ളവരായിരുന്നു ഇതിൽ ഏറ്റവും കൂടുതൽ മുൻ താരയിൽ ഉണ്ടായിരുന്നത്. നാനാ സാഹിബിന്റെ ഈ റോയൽ ടൈറ്റിൽസ് അല്ലെ, അതൊക്കെ ബ്രിട്ടീഷ് എബോളിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹി വാസ് ബാൻഡ് ഫ്രം പൂനെന്ന് ബാൻ ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അല്ലെ. ഹി വാസ് ലിവിംഗ് ഇൻ കൺപൂർ. അതായിരുന്നു നാനാ സാഹിബ് ബ്രിട്ടീഷിനെതിരെ തിരിഞ്ഞത് റീസൺ അല്ലെ. നാനാ സാഹിബിന്റെ റീസണും നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായി അല്ലെ. നാനാ സാഹിബ് അഡോപ്റ്റഡ് സൺ ഓഫ് ദി ലാസ്റ്റ് പേഷ്വ, ബജിറാവോ രണ്ടാമൻ. ഈ പറഞ്ഞ പോലെ റോയൽ ടൈറ്റിൽ നഷ്ടപ്പെട്ടു, പൂനെയിൽ നിന്ന് അല്ലെ, പൂനെ ബാൻ ചെയ്യപ്പെട്ടു. സോ ആ ഒരു ദേഷ്യം കൊണ്ടാണ്, അല്ലെങ്കിൽ അതാണ് ബ്രിട്ടീഷുകാർക്കെതിരെ റിവോൾട്ട് ചെയ്യാനുള്ള റീസൺ. അടുത്ത ലക്നൗ ബീഗം ഹസ്രത്ത് മഹൽ. ബീഗം ഹസ്രത്ത് മഹൽ നവാബിന്റെ ടൈറ്റിൽസും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു. ആ ഒരു രീതിയിൽ, ആ ഒരു സെന്റിമെന്റ്സിലാണ് ലക്നൌവില് ബ്രിട്ടീഷുകാർക്കെതിരെ റിവോൾട്ട് നടക്കുന്നത്. ലക്നൗ, ജാൻസി നാലാമത്തെ പ്ലേസ്. ഇതൊക്കെയാണ് സ്ട്രോങ് സെന്റേഴ്സ്. ഒക്കെ ജാൻസി അല്ലെ, ബിക്കോസ് ഓഫ് ദി ഡോക്ട്രിൻ ഓഫ് ലാബ്സ് അല്ലെ. ഡോക്ട്രിൻ ഓഫ് ലാബ്സ് പ്രകാരം അനക്സ് ചെയ്യപ്പെട്ട സ്ഥലമാണ് ജാൻസി അല്ലെ. Then Bihar. ക്ലാസിന്റെ ഇടയിലും സ്പാം മെസ്സേജസ്. ബീഹാറിൽ കൻവർ സിംഗ്. ഓക്കെ, ജസ്റ്റ് അറ്റ്ലീസ്റ്റ് ഇത്രയും പേരെങ്കിലും ആലോചിച്ചിരിക്കുക. ഓക്കെ അല്ലെ, ബ്രിട്ടീഷിനെതിരെ റിവോൾട്ട് ചെയ്തവർ. ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, യു ക്യാൻ സീ ഹിയർ അല്ലെ. പിന്നീട് റിവോൾട്ട് ഒക്കെ ഈ പറഞ്ഞിട്ടുള്ള സ്ട്രോങ് സെന്റേഴ്സ് ഒക്കെ ശ്രീലക്ഷ്മി അല്ല, വേറെ ആരോ ഒരാള് ഈ സ്പാം ചെയ്തിട്ടുണ്ടായിരുന്നു. ശ്രീലക്ഷ്മി അല്ല, അതാണ് പറഞ്ഞത്. ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട് 1857 റിവോൾട്ട്. ഓക്കെ, ബ്രിട്ടീഷ് ഈ പറഞ്ഞിട്ടുള്ള എല്ലാ റിവോൾട്ടുകളും അടിച്ചമർത്തുന്നുണ്ട്. ഓക്കെ, സപ്രസ് ചെയ്യുന്നുണ്ട്. ഡൽഹി പിന്നെയും പിടിച്ചടക്കുന്നുണ്ട് അല്ലെ. പ്രിൻസസിനെയൊക്കെ ജനങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട് അല്ലെ. ബഹദൂർ ഷാ സഫറിനെ നാട് കടത്തുന്നുണ്ട് അല്ലെ. ആ സ്റ്റോറിയൊക്കെ നിങ്ങൾക്ക് അറിയാം. നാനാ സാഹിബ് ഡിഫീറ്റ് ചെയ്തു അല്ലെ. നാനാ സാഹിബ് വാസ് ഡിഫീറ്റഡ് അല്ലെ. ദെൻ ഹി എസ്കേപ്പ് ടു നേപ്പാൾ. നാനാ സാഹിബ് എന്ത് ചെയ്തു? നേപ്പാളിലേക്ക് എസ്കേപ്പ് ചെയ്തു അല്ലെ. പിന്നീട് നാനാ സാഹിബിനെ കുറിച്ച് ആരും ഒന്നും അറിഞ്ഞിട്ടില്ല, ആരും ഒന്നും കേട്ടിട്ടില്ല. നാനാ സാഹിബിന്റെ ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള താന്തിയ തോപ്പ് അല്ലെ.
എസ്കേപ്ഡ് ഇൻ ടു ദ താന്തിയ തോപ്പ് എന്ത് ചെയ്തു? സെൻട്രൽ ഇന്ത്യയിലേക്കുള്ള ഒരു കാടിലേക്ക് എസ്കേപ്പ് ചെയ്യപ്പെടുന്നു. അവിടുന്ന് ബ്രിട്ടീഷുകാർ പിടിച്ചുകൊണ്ടിരുന്നുണ്ട്. റാണി ഓഫ് ജാൻസി ബാറ്റിൽ ഫീൽഡ് മരണപ്പെടുന്നുണ്ട്. കൻവർ സിംഗും ഭക്ത് ഖാനും ബാക്കി എല്ലാവരെയും ബ്രിട്ടീഷുകാര് ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. ഓക്കെ, വെർ ഓൾ ഡെഡ്. അപ്പോ ബൈ ദി എൻഡ് ഓഫ് 1959 ബ്രിട്ടീഷ് അതോറിറ്റി വാസ് ഫുള്ളി റീസ്റ്റോർഡ്. ഓക്കെ, ഈ ഒരു റിവോൾട്ടുകൾ പൂർണ്ണമായും അടിച്ച് അമർത്തുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് പ്ലേസുകളും ഞാനിപ്പോ പറഞ്ഞിട്ടുള്ള സ്റ്റോറീസ് ഒന്നും നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ റിവോൾട്ടിന്റെ ലീഡിംഗ് ആയിട്ടുള്ള ഇപ്പൊ ഇതിൽ എഴുതിയിട്ടില്ല, അതായത് മൈൻഡ് മാപ്പിൽ തന്നിട്ടുള്ള കാര്യങ്ങൾ പഠിക്കണം. ഓക്കെ, ഡൽഹി നമ്മളിപ്പോ പറഞ്ഞ പോലെ തന്നെ അല്ലെ, ബഹാദൂർ ഷാ ജഫർ, ബക്കു സിംഗ്. ബക്കു സിംഗ് എന്ന് പറഞ്ഞാല് ജനറൽ ഭക്ത് ഖാൻ ആണ് കേട്ടോ, ജനറൽ ഭക്ത് ഖാൻ. സപ്രസ്ഡ് ബൈ അല്ലെ ബ്രിട്ടീഷ് ഓഫീസർ, ബ്രിട്ടീഷ് ആം ഓഫീസേഴ്സ്. ഈ പേരുകളും ജസ്റ്റ് ഓർത്തിരിക്കുക. ഓക്കെ, കാൺപൂർ, ലക്നൗ, ഝാൻസി, ബീഹാർ, അലഹബാദ്, ബേറലി, ഒറീസ എക്സെട്ര. ജസ്റ്റ് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഓക്കെ, സോ ഇതാണ് 1857 റിവോൾട്ട് ഒരു ലാർജർ പെർസ്പെക്റ്റീവിൽ നമ്മൾ പഠിച്ചു. ഇനി ഈ ഫെയിലിയർ നമ്മൾ പഠിച്ചല്ലോ ഓൾറെഡി. ഈ 1857 റിവോൾട്ട് ഫെയിലിയർ ആയിട്ടുണ്ട് അല്ലെ. ഈ ഫെയിലിയർ ആവാനുള്ള ഒരുപാട് റീസൺസ് ഉണ്ട് അല്ലെ. അതിലുള്ള റീസൺസ് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഒരു ക്വസ്റ്റ്യൻ വരികയാണ്, ഫോർ എക്സാമ്പിൾ ഒരു ക്വസ്റ്റ്യൻ വരികയാണ്. ഒരു ക്വസ്റ്റ്യൻ വരികയാണ്. യെസ്, ഞാൻ ആ ക്വസ്റ്റ്യൻ എഴുതട്ടെ. What were the reasons for the failure of 1857 revolt? 5 മാർക്ക്. നിങ്ങൾ പോയിന്റ്സ് പറ. Lack of proper leadership. Okay, Anuprakash, only north people were participated in the revolt അല്ലെ. അതിനേക്കാൾ നല്ലത് ലിമിറ്റഡ് ടെറിട്ടോറിയൽ സ്പ്രെഡ് അല്ലെ. ലിമിറ്റഡ് ടെറിട്ടോറിയൽ സ്പ്രെഡ് എന്ന് പറയാം അല്ലെ. ലിമിറ്റഡ് ടെറിട്ടോറിയൽ സ്പ്രെഡ്. ഓക്കെ, മോസിന, നോട്ട് എ ബിഗ് മ്യൂട്ടനി. നിങ്ങളുടെ ബ്രെയിൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കട്ടെ. ഓക്കെ, റിയ സുൽത്താന, ബ്രിട്ടീഷിന്റെ സുപ്യൂരിറ്റി ഡെഫിനറ്റ്ലി അത് നമുക്ക് പറയാനുണ്ട്. ഓക്കെ, ലിമിറ്റഡ് ടെറിട്ടോറിയൽ സ്പ്രെഡ് അല്ലെ. നോർത്ത് ഓഫ് ദി നർമ്മദ അല്ലെ, ഈ ടേം ഒക്കെ യൂസ് ചെയ്യാം. നോർത്ത് ഓഫ് ദി നർമ്മദ റിമൈൻഡ് അൺസൈലന്റ് അല്ലെ. റിമൈൻഡ് സൈലന്റ്. സർട്ടൻ അല്ലെ, സർട്ടൻ അല്ലെങ്കിൽ നോട്ട് ഓൾ ജോയിൻഡ് ദി മ്യൂട്ടനി അല്ലെ. നോട്ട് ഓൾ ജോയിൻഡ് ദി മ്യൂട്ടനി. ഒരു പോയിന്റ് എഴുതാം. രണ്ടാമത്തെ പോയിന്റ് നിങ്ങൾക്ക് എന്ത് എഴുതാം? ബ്രിട്ടീഷിന്റെ സുപ്യൂരിറ്റി. വെരി ഗുഡ്. യൂറോപ്പിയൻ മോഡേൺ വാർ മെഷീനറി. വെരി ഗുഡ്. ഓക്കെ, പല ഡയമെൻഷനിലും നിങ്ങളെ ബ്രെയിൻ വർക്ക് ചെയ്യണം. ഓക്കെ, പേർപ്പസ്ഫുള്ളി ഞാൻ ആ ഫെയിലിയേഴ്സ് അവിടെ എഴുതാത്തതാണ്. നിങ്ങളുടെ എന്തൊക്കെ നിങ്ങളുടെ ആലോചനകൾ ഏത് രീതിയിലാണ് പോകുന്നതെന്ന് ജസ്റ്റ് ഒന്ന് അറിയേണ്ടിട്ട്. യൂറോപ്യൻ മോഡേൺ വാർ മെഷീനറി അല്ലെ വാസ് വെരി സുപ്പീരിയർ. വേറെ എന്തൊക്കെ റീസൺസ് പറയാം അല്ലെ. ബ്രിട്ടീഷ് ഇതിൽ ഇലക്ട്രിക് ടെലിഗ്രാഫ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇലക്ട്രിക് ടെലിഗ്രാഫ് അല്ലെ. ഓൺ ദ മൊമെന്റിൽ തന്നെ എല്ലാ അപ്ഡേറ്റുകളും കിട്ടും. ഓൺ ദ മൊമെന്റിൽ തന്നെ എല്ലാ അപ്ഡേറ്റുകളും. ഇപ്പുറത്ത് എന്താണ് അല്ലെ, ഒരു കാര്യം അറിയണമെങ്കിൽ തന്നെ ഒരുപാട് സമയം എടുക്കും അല്ലെ. മോഡേൺ ടെക്നോളജീസ് ഉണ്ടായിരുന്നില്ല, കമ്മ്യൂണിക്കേഷൻസ് കുറവാണ്. യെസ്, റിയ സുൽത്താന.
കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടായിരുന്നില്ല. പക്ഷെ ബ്രിട്ടീഷുകാരുടെ ഇടയിൽ ഈ ഇലക്ട്രിക് ടെലിഗ്രാഫ് ഉള്ളതുകൊണ്ട് തന്നെ കമ്മ്യൂണിക്കേഷൻ വാസ് ഇൻസ്റ്റന്റ്. അല്ല, ഒരുപാട് സമയം എടുക്കാതെ തന്നെ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ടുണ്ട്. ലീഡേഴ്സ് മെയ്ഡ് ഇറ്റ് ഫോർ ദെയർ ഓൺ സൈക്ക്. അങ്ങനെ പറയാൻ പറ്റുമോ മുസിന? അതൊരു ഒരു നെഗറ്റീവ് ടേം ആയി പോവല്ലോ അല്ലെ? ഉത്തരങ്ങൾ ഒരിക്കലും നെഗറ്റീവ് ആയിട്ട് വരാൻ പാടില്ല കേട്ടോ. ഒരു ന്യൂട്രൽ ഔട്ട്കം അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ഔട്ട്കം. ഓക്കെ, ഞാനൊരു പോയിന്റ് പറയാം. ദ റിവോൾട്ട് വാസ് പൂർലി ഓർഗനൈസ്ഡ് അല്ലെ? ഇതൊക്കെ നമ്മുടെ 10ാം ക്ലാസ്സിലെ ബുദ്ധി ഉപയോഗിച്ച് നമുക്ക് എഴുതാമല്ലോ അല്ലെ? റിവോൾട്ട് വാസ് പ്യൂർലി ഓർഗനൈസ്ഡ് വിത്ത് നോ കോർഡിനേഷൻ അല്ലെ? നോ കോർഡിനേഷൻ ആൻഡ് നോ സെൻട്രൽ അതോറിറ്റി. അല്ലെ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ ബഹദൂർ ഷാനെ രണ്ടാമനെ ഒരു ലീഡറായി കണ്ടു. പക്ഷെ ആക്ച്വലി ഈ റിവോൾട്ട് ഈ നമ്മുടെ റിവോൾട്ട് ചെയ്തവരാണ് വിജയിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെ, അവിടെ ഇവര് തമ്മിൽ തന്നെ പ്രശ്നം ഉണ്ടാവും അല്ലെ, ആരായിരിക്കും അടുത്ത റൂളർ എന്നുള്ളത് അല്ലെ? സോ നോ സെൻട്രൽ അതോറിറ്റി അല്ലെ? ദേ ആർ പൂർലി ഓർഗനൈസ്ഡ് വിത്ത് ലെസ് കോർഡിനേഷൻ അല്ലെ? അങ്ങനെ എഴുതിക്കൂടെ? യെസ്, അതെ ശ്രീലക്ഷ്മി, ലാക്ക് ഓഫ് ലീഡർഷിപ്പ് എന്ന് പറയാം. റൈറ്റ്. അടുത്ത പോയിന്റ് എന്ത് ചെയ്താം? അടുത്ത പോയിന്റ് എന്ത് എഴുതാം? അല്ലെ, ലെസ് സപ്പോർട്ട് ഫ്രം ഐഡിയോളജീസ് നോട്ട് യൂണിഫൈഡ്. യെസ്, വെരി ഗുഡ്. അതൊക്കെ എഴുതാം. ലെസ് സപ്പോർട്ട് ഫ്രം എഡ്യൂക്കേറ്റഡ് ഇന്ത്യൻസ് അല്ലെ? എഡ്യൂക്കേറ്റഡ് ഇന്ത്യൻസ്. ലെസ് സപ്പോർട്ട് ഫ്രം എഡ്യൂക്കേറ്റഡ് ഇന്ത്യൻസ്. അല്ലെ? എഡ്യൂക്കേറ്റഡ് ഇന്ത്യൻസ് എന്ത് വിചാരിച്ചു അല്ലെ? ആ സമയത്ത് 1858 അവർ വിചാരിച്ചു ഇത് നമ്മുടെ ബാക്കിലേക്ക് പോകും അല്ലെ? ബാക്ക്വേർഡ് ലുക്കിംഗ് ആണ് ഈ റിവോൾട്ട് എന്നാണ് അവർ വിചാരിച്ചത്. ഒറ്റ പോയിന്റ് കൂടി, ലാസ്റ്റ് 5th പോയിന്റ്. യെസ്, affected people only revolted. Poor artillery. യെസ്, ഈ മോസിന് നേരത്തെ പറഞ്ഞ പോയിന്റ് affected people. യെസ്, അങ്ങനെ പറയാം അല്ലെ? affected people only revolted, not big participation അല്ലെ? not a universal participation was there അല്ലെ? അങ്ങനെ പറയാം. ഈ രീതിയിലാണ് ഉത്തരങ്ങൾ എഴുതേണ്ടത്. ഓക്കെ, റൈറ്റ്. ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ. പിന്നീട് നമുക്കറിയാം ഈ വാറിന് ശേഷം അല്ലെ, ഈ റിവോൾട്ടിന് ശേഷം എന്താണ് അല്ലെ? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് വരുന്നു. യെസ്, ക്ലിയർ ആണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് വരുന്നു. അതിൽ എന്ത് ചെയ്യുന്നു? ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങള് അല്ലെ? ബ്രിട്ടീഷ് കമ്പനി അബോളിഷ് ചെയ്തിട്ട് ക്യൂവിന് എന്ത് ചെയ്തു? റൂളറായി മാറി. ഇത് ഈ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഞാൻ PDF ഒന്നും കൂടി അപ്ഡേറ്റ് ചെയ്ത് തരും. ആ സമയത്ത് ഞാൻ PDF ഉൾപ്പെടുത്താം. ഓക്കെ. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858 പ്രകാരം ഡയറക്റ്റ് ക്രൗണിന്റെ റൂളിലേക്ക് നമ്മുടെ ഇന്ത്യയെ കൊണ്ടുവരികയാണ്. ഓക്കെ, ബ്രിട്ടീഷ് കമ്പനിയെ അബോളിഷ് ചെയ്തുകൊണ്ട് ക്രൗണിന്റെ ഡയറക്റ്റ് അധീനതയിൽ കൊണ്ടുവരികയാണ്. ഓക്കെ, അതേപോലെ തന്നെ വൈസ്രോയ് അല്ലെ? ഗവർണർ ജനറൽ മാറി വൈസ്രോയ് എന്നുള്ള തസ്തികയാവുന്നു. സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് വരുന്നു അല്ലെ? കുറച്ച് കാര്യങ്ങൾ ഞാൻ എന്ത് ചെയ്യാം, ആ PDF തരുന്ന സമയത്ത് ആഡ് ചെയ്യാം. ഓക്കെ, റിവോൾട്ട് ഓഫ് 1858
അതേപോലെ തന്നെ റീസൺസ് ഓഫ് ഫെയിലിയർ പ്ലസ് എന്ത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858 ചെറിയ ചെറിയ മാറ്റങ്ങൾ. അത് നിങ്ങൾക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാവുന്നതേ ഉള്ളൂ കേട്ടോ. അത് ഞാൻ ഇനി PDF അപ്ലോഡ് ചെയ്യുമ്പോൾ ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ഞാൻ ആ PDF തരാം. ഓക്കെ. പിന്നീടുള്ളത് നമുക്ക് INC ഫോർമേഷൻ ആണ്. INC ഫോർമേഷന് മുമ്പ് കുറച്ച് പൊളിറ്റിക്കൽ അസോസിയേഷൻ ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ശ്രീലക്ഷ്മി പറയാം കേട്ടോ. INC ഫോർമേഷന് മുമ്പ് കുറച്ച് പൊളിറ്റിക്കൽ അസോസിയേഷൻ ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, പൊളിറ്റിക്കൽ അസോസിയേഷൻ ബിഫോർ ദ ഫോർമേഷൻ ഓഫ് INC. ഓക്കെ, ഇതിന്റെ PDF ഞാൻ തരാം. ഓക്കെ, പൊളിറ്റിക്കൽ അസോസിയേഷൻ ബിഫോർ ദി ഫോർമേഷൻ ഓഫ് INC. പിന്നീട് ഈ INC-യിലേക്ക് ഈ പൊളിറ്റിക്കൽ അസോസിയേഷൻ ഒക്കെ ഇങ്ങനെ INC ഫോർമേഷൻ ആവുകയാണ്. ഓക്കെ, ഫോർമേഷൻ ഓഫ് ദ INC ഫസ്റ്റ് ഫേസ്. ഓക്കെ, നമുക്ക് ഇതിനി അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, INC ഫോർമേഷൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. റൈറ്റ്. സോ ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയമുണ്ടോ? ബീഗം ഹസ്രത്ത് മഹല് യുദ്ധത്തില് എക്സൈൽ ചെയ്യപ്പെടുന്നു, നേപ്പാളിലേക്ക് പോയി മരണപ്പെടുകയാണ് ചെയ്യുന്നത്. ഓക്കെ ശ്രീലക്ഷ്മി. വെല്ലൂർ മ്യൂട്ടണി. ഓക്കെ, വെല്ലൂർ മ്യൂട്ടണി എന്ന് പറയുമ്പോൾ ഈ മ്യൂട്ടണി നടക്കുന്നതിന് മുമ്പ് നടന്നിട്ടുള്ള ഒരു ആർമഡ് മ്യൂട്ടണിയാണ് വെല്ലൂർ മ്യൂട്ടണി. ഓക്കെ, തമിഴ്നാട് വെല്ലൂർ മ്യൂട്ടണി. അത് അത്ര അറിഞ്ഞാൽ മതി. റൈറ്റ്. വേറെന്തെങ്കിലും സംശയങ്ങളുണ്ടോ? അപ്പോൾ ജസ്റ്റ് ഇന്ന് പഠിപ്പിച്ച ക്ലാസ്, ഓക്കെ, എനിക്കറിയാം വളരെ ബോറിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നിങ്ങൾ ഇതിനു മുമ്പ് പഠിച്ചിട്ടുള്ള ടോപ്പിക്കാണ്. ഇന്ന് പഠിച്ചിട്ടുള്ള സോഷ്യോ റിലീജിയസ് മൂവ്മെന്റിന്റെ PDF ഞാൻ തരാം. ഓക്കെ, PDF ഞാൻ തരാം. അതിനുശേഷം ഗ്രേറ്റ് റിവോൾട്ടിന്റെ കോസസും കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി പഠിച്ചു ഇൻ മെയിൻ പെർസ്പെക്റ്റീവില്. അതിന്റെ പറഞ്ഞ പോലെ കാര്യങ്ങൾ എന്ത് സംഭവിച്ചു എന്നുള്ളത് പഠിച്ചു. അതിന്റെ ഫെയിലിയേഴ്സ് നമ്മൾ പഠിച്ചു. ആൻഡ് അതിനുശേഷം പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ ബിഫോർ INC ഫോം ചെയ്യുന്നതിന് മുമ്പ് തന്നെ കുറച്ച് ഒരു പൊളിറ്റിക്കൽ അസോസിയേഷൻസ് ഉണ്ടായിരുന്നു. പിന്നീടാണ് INC-യിലേക്ക് വരുന്നത്. ഓക്കെ, അതിന്റെ PDF ഞാൻ തരാം. സോ അടുത്ത ക്ലാസ്സിൽ നമുക്ക് INC എടുക്കാം. ഓക്കെ, INC ഫോർമേഷൻ ഒരു 2 ക്ലാസ്സും കൂടി മതി. 2 ക്ലാസ്സിൽ നമുക്ക് മോഡേൺ ഇന്ത്യ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ബട്ട് ഒരു കാര്യം, ഞാൻ പഠിക്കണം എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കുക. ഓക്കെ, അതെന്തായാലും പഠിക്കണം. സ്പെക്ട്രം നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ അതിൽ കറക്റ്റ് ആയിട്ട് എല്ലാം കൊടുത്തിട്ടുണ്ട്. PDF ഞാൻ ഇട്ടുതരാം കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്തിട്ട്. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ് ഇത്ര മതി. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. 2 minutes. ശ്രീലക്ഷ്മി, ഹസ്രത്ത് മഹലൊക്കെ എവ്രിബഡി ഡിഫീറ്റഡ്. ബ്രിട്ടീഷ് വീണ്ടും സുപ്രീമസിയായി വരികയാണ് ചെയ്തത്. എല്ലാ ലീഡേഴ്സും, കുറെ പേര് നേപ്പാളിലേക്ക് കടന്നു കളയുന്നുണ്ട്. ഓക്കെ, കുറെ പേരെ പിടിക്കുന്നുണ്ട്, ബ്രിട്ടീഷുകാർ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാവർക്കും ഡിഫീറ്റ് സംഭവിച്ചിട്ടുണ്ട്. എക്സാക്ട്ലി എന്താ സംഭവിച്ചതെന്ന് നമ്മൾ അറിയേണ്ട കാര്യമില്ല. ഓക്കെ, ജസ്റ്റ് റിവോൾട്ടിന്റെ ലീഡേഴ്സും ആരാണ് ഇതിനെ സപ്രസ് ചെയ്തിട്ടുള്ള ലീഡേഴ്സ് അല്ലെങ്കിൽ ആർമി ഓഫീസർ ആരാന്ന് ആ പേര് ജസ്റ്റ് ഓർത്തിരുന്നാൽ മതി. സോ ഐ തിങ്ക് നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇത്ര മതി. അടുത്ത ക്ലാസ്സിൽ INC-യുടെ ഫസ്റ്റ് ഫേസും സെക്കൻഡ് ഫേസും എടുക്കുക. പിന്നീട് തേർഡ് ഫേസ്, പിന്നെ മോഡറേറ്റ് എക്സ്ട്രീമിസ്റ്റുകൾ. ഓക്കെ, ആക്ച്വലി ഇന്നത്തെ ക്ലാസ് എനിക്ക് അറിയാം വെരി ബോറിംഗ് ആണ്. അതേപോലെ തന്നെ ഐ ആം നോട്ട് ഫീലിംഗ് ഗുഡ്. ഓക്കെ, ആക്ച്വലി ത്രോട്ട് പെയിനും അതേപോലെ തന്നെ ഒരു ഫീവർ ഒക്കെ വരാനുള്ള രീതി ഉണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കറിയാം മൈ പ്രസൻസ് ഓഫ് മൈൻഡ് ഈസ് സംവെയർ എൽസ്. അതുകൊണ്ടാണ് കേട്ടോ. ഈ നിങ്ങൾക്കത് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ, പിന്നെ നമുക്ക് ഒരിക്കലും പെൻഡിങ് ആക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ക്ലാസ് എടുത്തത് ആക്ച്വലി. യെസ്,
ഒരു ഫീവറിന്റെ സ്റ്റാർട്ടിങ്ങിലാണ് ഉള്ളത്, അതുകൊണ്ടാണ് കേട്ടോ. ഇൻ കേസ് എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ ഈ വീക്ക് തന്നെ നമ്മൾ മോഡേൺ ഹിസ്റ്ററി കംപ്ലീറ്റ് ചെയ്തിട്ട് ജോഗ്രഫിയിലേക്കോ പൊളിറ്റിയിലേക്കോ നമുക്ക് കിടക്കണം. ഓക്കെ, യാ താങ്ക് യു സന്ദേശ്. സൗണ്ട് ഒന്നും നോട്ട് വെൽ. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. റൈറ്റ്, സോ താങ്ക് യു. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അടുത്ത ക്ലാസ് നാളെ കാണാം, ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.